നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. പുള്ളിപ്പിടയുടെ കൂടെ തുള്ളിപ്പായുകയാണല്ലോ ചക്കരയും കൊതിച്ചിട്ടി വഴി കോഴിച്ചാത്തന്മാരി വരും. പെണ്ണവളായാൽ മതിയെന്നി ചുരിദാറിനുള്ളിലൊതുങ്ങീണം. അരികിൽ പോയോർ കുറുകിയിടും അവളിഷ്ടം കൂടാൻ കൊതിയോടെ. പാത്തുവതങ്ങി നടപ്പാണി പല പോലെ കെട്ടി പൂങ്കോഴി. പ്രായം പോലും നോക്കാതെ പണിപാലിൽ കിട്ടും അടിവാങ്ങും. പാത്തുവതങ്ങി നടപ്പാണി പല പോലെ കെട്ടി പൂങ്കോഴി. പ്രായം പോലും നോക്കാതെ പണിപാലിൽ കിട്ടും അടിവാങ്ങും. താളുകളിൽ കുറിമാനം എഴുതി താണുവണങ്ങി ചെന്നീടും. ലെറ്റർ നീട്ടും ലക്കിന് വാങ്ങും പെൺകൊടിമാർ ചിലരുണ്ടെന്നേ. ഉണ്ടുമുടുത്തുമുറങ്ങിയിട്ടും ഇവർ കാലം തള്ളുകയാണല്ലോ. മൂക്കു വളർന്നും മൂച്ചു പെരുത്തും കാളകളിച്ചു നടപ്പാണേ. ഉണ്ടുമുടുത്തുമുറങ്ങിയിട്ടും ഇവർ കാലം തള്ളുകയാണല്ലോ. മൂക്കു വളർന്നും മൂച്ചു പെരുത്തും കാളകളിച്ചു നടപ്പാണേ. കാമുക നേതാവായോരച്യുതനരികിൽ ചെന്നു തൊടും കേഴും. ചുറ്റും പാറി നടന്നേ മൂവരും ഈ പറ്റകളായിടുമേ. പുള്ളിപ്പിടയുടെ കൂടെ തുള്ളിപ്പായുകയാണല്ലോ ചക്കരയും കൊതിച്ചിട്ടി വഴി കോഴിച്ചാത്തന്മാരി വരും. പെണ്ണവളായാൽ മതിയെന്നി ചുരിദാറിനുള്ളിലൊതുങ്ങീണം. അരികിൽ പോയോർ കുറുകിയിടും അവളിഷ്ടം കൂടാൻ കൊതിയോടെ. കിളി കൊള്ളണമെങ്കിൽ ചക്കരയുമ്മകൾ കിട്ടേണ്ടേ. പ്രായം കൂടി പോയെന്നാലും ഉമ്മകളെന്നും ചക്കരയാ. ചക്കരയുമ്മ
എൻ്റെ മുത്തലടി, നീ എൻ്റെ പഞ്ചാരയിലടി പൊന്നെ. ഒരു ചക്കരമ ദാ ഇവിടെ. ഒന്ന് പോ ചേട്ടാ. ഒരെണ്ണം മാത്രം ഇവിടെ. അയ്യോ, അയ്യോ സ്വപ്നം കണ്ടതാ. ഓ, ഇന്ന് നീ വലിയോളന്മാരെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും. ഇന്ന് കണ്ടതാരാണ്? അത് പിന്നെ എടാ, ഊള സ്വപ്നം കണ്ടേ കണ്ടോളന്മാർക്ക് ഉമ്മവും കൊടുത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുകയുള്ളു നീ എന്നിട്ട് കൂട്ടുകാരും. എഴുന്നേറ്റ് പോടാ. തുടങ്ങി. വായിക്കാത്തും കേറി രാവിലെ തിന്നാൻ വല്ല ഉണ്ടാക്കുന്നല്ലേ? ആ, നിനക്ക് തിന്നാൻ പുല്ല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അടുക്കളയിൽ. രാവിലെ സ്വപ്നം കണ്ട് കിടന്നോ? എടാ, നീ ഇങ്ങനെ സ്വപ്നം കാണാതെ എവിടെന്നെങ്കിലും ഒരു പെണ്ണെ വിളിച്ചോണ്ട് വാടാ. അത് പിന്നെ തള്ളേ, എനിക്ക് മനസ്സിനിണങ്ങി ഒരു പെണ്ണിനെ ഒത്തു കിട്ടണ്ടേ? ഓ, നിനക്ക് പിന്നെ ഐസ്ഫ്രാനെ കിട്ടോടാ. പോടാ അവിടുന്ന്. എന്റെ തള്ളേ, നിങ്ങൾ രാവിലെ കിടന്ന് കാറാതെ എനിക്കും കിട്ടും നല്ലൊരു പെണ്ണിനെ. നാട്ടുകാര് പറയുന്നുണ്ട് നിന്റെ പരദൂഷണം. നീ പെണ്ണ് കാണാൻ തുടങ്ങിയിട്ട് കുറെ ആയല്ല. യാതെങ്കിലും ഒന്ന് ശരിയായ ഇതുവരേക്കും? നിനക്കേ വയസ്സ് 10-40 ആയില്ലേ? മുടിയിന്നരച്ചി. എന്റെ തള്ളേ, രാവിലെ പൊക്കോണം. എന്റെ തല നരച്ചിട്ടൊന്നുമില്ല. പിന്നെ പെണ്ണ് ശരിയാവാത്തത് എല്ലാ പെണ്ണുങ്ങളും തള്ളേ പോലല്ലേ? നിനക്ക് എന്തിന്റെ കുറവ്? കുറവേ ഉള്ളു. ഒന്നുമില്ലേലും നിന്റെ പെറ്റുപടുത്ത് ഇത്ര മാക്കിയില്ലേ? എന്താ? എന്റെ അച്ഛനില്ലാതെ കാണായിരുന്നു. ഇതുപോലെ കറുത്ത് കോലം കെട്ട ഒരു രൂപമായിരുന്നു ഞാനും. ഇവളുമാർക്കൊക്കെ എത്ര മെസ്സേജ് ഇട്ടതാ, ഒന്നിനും ഒരു മറുപടി. മറുപടി ഞാൻ തരാമടാ. അച്ഛനെ പോകുന്നു. എടാ, വല്ലോളുമാരെയും തോണ്ടി കളിക്കാതെ എന്നിട്ട് പണിക്ക് പോടാ. അല്ല നീ എന്റെ കൂടെ വാ. ഇല്ല നീ എനിക്ക് പോടാ. ഓ, എന്താ ഇവിടെ പ്രശ്നം? ഈ അച്ഛൻ നേരാവണൊന്നും ചാറ്റ് ചെയ്യാൻ പോലും സമയത്തില്ല. ഏത് സമയം പണി 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 എന്ന് പറഞ്ഞു. എന്താ മനുഷ്യ, അവൻ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. ഓ, എന്നാ പിന്നെ നിന്നെ മടി പിടിച്ചു കിടത്തി പാല് കൊടുക്കടി. തന്തപ്പൊടി ഒന്നിനും സമ്മതിക്കത്തില്ല. അച്ഛാ, എനിക്ക് കല്യാണം കഴിക്കണോ അച്ഛാ? നിന്ന് കിടങ്ങാതെ പെട്ടെന്നാകട്ടടാ. അവനെ കല്യാണം കഴിക്കണം പോലും. എടാ, ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞത് അമ്മുവിനെ കെട്ടാൻ. നിന്റെ മുറപ്പെണ്ണല്ലേ അവൾ. എനിക്കെങ്കിലും വേണ്ട അവളെ. എടാ, പെണ്ണിന്റെ സൗന്ദര്യം നോക്കി നടന്നാ പോരാ, മനസ്സുള്ള പെണ്ണിനെ കെട്ടണം. ആർക്ക് വേണം നല്ല മനസ്സ്? കെട്ടിക്കൊണ്ട് നടക്കുന്നേ ഞാനല്ലേ. സൗന്ദര്യം ഇല്ലാത്ത പെണ്ണിനെ കെട്ടിക്കൊണ്ട് നടന്ന നാട്ടുകാർ കുറ്റപ്പെടുന്നു കേട്ടോ. അങ്ങനെ സൂഹിക്കണ്ട. ആര് സൂഹിക്കാൻ? നീ സൂഹിക്കില്ല. നാട്ടുകാരുടെ കുറ്റവും കുറവും നോക്കി നടന്നോ. ഞാനേ നിന്റെ അമ്മയെ കെട്ടിയത് അവൾക്ക് നല്ല മനസ്സുള്ളത് കൊണ്ടാ. ബെസ്റ്റ്. എന്നിട്ട് അമ്മയ്ക്ക് നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നല്ലോ. അതോ? അത് പിന്നെ അന്ന് അങ്ങനെ പറ്റിപ്പോയി. എന്നാ ഇപ്പൊ അങ്ങനെ അല്ല. എനിക്ക് സൗന്ദര്യം ഇല്ലാത്തവരെയാ ഇഷ്ടം. അപ്പൊ പിന്നെ നാട്ടുകാരെ പറയുന്ന ഉള്ളതായിരിക്കും ആ ശാന്തയുടെ കാര്യം. വേഗം അറിഞ്ഞു തന്നെ. അപ്പൊ ശാന്തയുടെ കാര്യം പറഞ്ഞപ്പോ ദാ കിടക്കുന്നു. ഇത്രയേ ഉള്ളൂ. ശാന്തയുടെ കാര്യം എങ്ങനെ അറിഞ്ഞോ? ഇവന്റെ ഓരോ കാര്യമേ നാട്ടുകാരെ പിടിച്ച് കെട്ടിയിടും. എടാ, അറിയാം. നേരാ മണ്ണം ജോലിക്കും വേലയ്ക്കും പോകാത്ത നിനക്ക് അന്തസ്സുള്ള ആരെങ്കിലും പെണ്ണ് തരുമോ? നീ ദേഷ്യം പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ അന്നേ പറഞ്ഞത് അമ്മുവിനെ കെട്ടേന്ന്. നീ കേട്ടോ? അച്ഛാ, അവൾക്ക് ഗ്ലാമറില്ല. കൂടെ നടന്ന ചേച്ചി എന്നെ നാട്ടുകാർ പറയത്തുള്ളൂ. ഈടാ, ഈ ഗ്ലാമർ എന്ന് പറഞ്ഞ എന്തുവാ? നല്ല സൗന്ദര്യം വേണം, എന്നെ പോലെ നിറം വേണം, ഹൈറ്റ് വേണം, അറ്റ്ലീസ്റ്റ് പ്രായം കുറഞ്ഞ പെണ്ണെങ്കിലും വേണ്ടേ? എടാ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പെണ്ണെന്ന് പറഞ്ഞാൽ നല്ല തലയും രാവിലെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പെണ്ണെന്ന് പറഞ്ഞാൽ നല്ല മനസ്സുള്ള ആരും നല്ല പെണ്ണ് തന്നെയാ. അതെങ്ങനെയാ? കുടിച്ചു കൂത്താടി നടക്കുന്ന നിനക്ക് വല്ലതും പറഞ്ഞാ മനസ്സിലാവും. എന്തൊക്കെ പറഞ്ഞാലും അമ്മൂനെ കിട്ടുന്ന പ്രശ്നമേ ഇല്ല. വേണ്ട വേണ്ട. എന്നാ മോനി അടുക്കള കാര്യങ്ങളൊക്കെ നോക്കി വീടും പരിസരവും വൃത്തിയാക്കി എന്നെയും പരിചരിച്ച് സുഖമായി ജീവിച്ചോ. അച്ഛാ, കളിച്ചോണ്ട് നിൽക്കാതെ കറി വെക്കാൻ വല്ലതും ഉണ്ടോന്ന് നോക്കടാ. അണ്ണാക്കിലേക്ക് പോവണ്ടേ? സുന്ദരിയെ വേണം പോലും. പണിക്കും കിട്ടിയ ഞാൻ ഇതുപോലെ ഒരിഞ്ഞു കൂട്ടും. ഭഗവാനെ, ഇന്നെങ്കിലും ഒരു സുന്ദരിയായ പെണ്ണിനെ വലയിൽ വീഴ്ത്താൻ പറ്റണേ. വന്നല്ലോ.
നിങ്ങൾ സ്വയം ഇങ്ങനെ പോഴുത്തരുത്. ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം നിങ്ങൾ ചാളയാണെന്നുള്ള കാര്യം. അതിനി പണഞ്ഞോണ്ട് നടക്കണ്ട. അതെ, ഈ ചാളക്ക് കുത്ത തന്നെയാടാ നീയും. ആ ഒരു കുറവേ എനിക്കുള്ളൂ. എന്റെ തള്ളേ, രാവിലെ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ഇങ്ങനെ അപശകുനം പറയല്ലേ. മോനെ ഗിരീഷേ, എന്താ തള്ളേ? മോനെ ഗിരീഷേ, നീ ഇങ്ങനെ സുന്ദരിമാരെ തേടി നടക്കാതെ കൊണ്ട് നീ നേരവണ്ണ വെറുതെ കൂട്ടിക്കൊണ്ടുവാ. എനിക്ക് കൂട്ടിനി പണിയെടുത്ത് ഞാൻ ചാവാറായി. എന്നാണ് എന്ത് ഞാൻ ചാവണതാ? പന്തലുകാരെ വിളിക്കണം, മൊബൈൽ മോർച്ചറി ഏർപ്പാട് ചെയ്യണം, ആളെ കൂട്ടണം, ചതയൊരുക്കണം, കത്തിക്കണം. എനിക്ക് വരെ പണിക്ക് പോകണം. ഇറങ്ങി പോടാ ഇവിടുന്ന്. അങ്ങനെ പറയേണ്ടി ചുണ്ടേരിക്കുട്ടി. ദൈവമേ, ഇക്കാലം പെറ്റുപോയല്ല. ഹലോ, ആ വരുന്നു. നീ ഇന്നെങ്കിലും ഒരു പണിക്ക് പോ. അല്ലാതെ വല്ലവന്മാരുടെ പുറകിലും പെമ്പിള്ളാരുടെ പുറകിലും മണം പിടിച്ചുകൊണ്ട് നടക്കാതെ. അച്ഛാ, ഇപ്രാവശ്യം ഞാൻ പണിക്ക് പോയിരിക്കും. ഏത് സുന്ദരി അണിഞ്ഞൊരുങ്ങി എന്റെ മുന്നിൽ വന്നാലും നെവർ മൈൻഡ്. എന്നാ പിന്നെ നിനക്ക് കൊള്ളാം. ശോ. നിന്റെ പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ട കടം വീട്ടാൻ നിന്നെ കൊണ്ടേ പറ്റൂ. എനിക്ക് തീരെ വയ്യ. അതുമല്ല, ആ പറമ്പിൽ കിടന്നുകൊണ്ട് കിളയ്ക്കാൻ എനിക്ക് വയ്യ. അച്ഛാ, അച്ഛൻ ഇനി കിളക്കണ്ട. പിന്നെ നീ കിളയ്ക്കുമോ? ശ്ശെ. പിന്നെ നീ കിളയ്ക്കും. എന്താ മിണ്ടാട്ടമില്ലേ? നീ കിളയ്ക്കും വല്ല പെമ്പിള്ളാരുടെ കൂടെ. ഓ, ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. ദേ മനുഷ്യ, ആവശ്യമില്ലാത്ത കാര്യം പിള്ളേരോട് പറയരുത്. എടീ, ഇവന് തൂമ്പ എടുക്കാൻ അറിയില്ല, ഒരു കുഴി വെട്ടാൻ അറിയില്ല. ആകെ അറിയാൻ തിന്നാനും ഇതുപോലുള്ള ആൾക്കാരുടെ കൂടെ കറങ്ങി നടക്കാനും. അച്ഛൻ ഇത് എന്തിനു തോക്കേടാ? അമ്മേ, ഞാൻ പോവാ. വന്ന് കാണുന്നു. മേലനങ്ങുന്ന കാര്യം പറഞ്ഞപ്പം ദേ പോന്നു, അത്രേ ഉള്ളൂ. ദേ മനുഷ്യ, ആവശ്യമില്ലാത്ത കാര്യം പിള്ളേരോടാന്നോ പറയുന്നത്? പിള്ളേരോ? അവനെ നീ ഒരു വാഴ കാണിച്ചു കൊടുക്ക, അത് പിറ്റേ ദിവസം കൊലച്ചു നിൽക്കുന്ന കാണാം. അപ്പോ അറിയാം അവൻ പിള്ളേരാണോ പിണ്ണാക്കാണോ. ഈ മനുഷ്യന്റെ ഒരു കാര്യം ഒരു നാണവും ഇല്ല. എപ്പ നോക്കിയാലും ഇത് തന്നെ. പണിയെടുത്ത് മനുഷ്യന്റെ നാട് പൊളിഞ്ഞു. എന്നും പതിവ് പോലെ ഊറുകണ്ടാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ പണിക്ക് പോവാച്ചാ. നീ എന്നും ഇത് തന്നെയല്ലേ പറയുന്നത്? എന്നിട്ടോ ആ അവന്മാരുടെ കൂടെ നടന്ന് കലുങ്കിലും ആറ്റിലും ഒക്കെ ഇരുന്ന് വെള്ളമടിക്കുക. എടാ, വയസ്സ് കുറേ ആയില്ലേ, ഇനിയെങ്കിലും ഒന്ന് നന്നാകാൻ. ഇതിനെ തന്നെയാണല്ലോ കണി കാണുന്നത്. എടി, നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഒരു വഴിക്കിറങ്ങുമ്പോൾ ശകലം മുടക്കായിട്ട് വന്നിരിക്കരാന്ന്. ഞാൻ അണ്ണനെ കാണാൻ വന്നതല്ല, അമ്മാവനെ കാണാൻ വന്നതാ. അയ്യോ, എന്താ അവിടെ നിന്നത്? അങ്ങോട്ട് കയറി ചെല്ല്. നിന്റെ അമ്മാവനവിടെ ചൂലുമായി സേരിക്കാൻ പോണ്ട്. ചെല്ലടി, ഓടി ഓ. മോളകത്ത് വന്നിരിക്കുന്നു. അവൻ പലതും പറയും. ഇന്നത്തെ കാര്യം പോയി. ഒരു കഴകത്തും ഇല്ലാത്തവൻ. എന്താടാ ഇന്ന് ഓ, താമസം? ആ നശിച്ച തള്ളയോട് വായിട്ട് അലച്ച് സമയം പോയെന്നേ. ഓ, ഏതായാലും കൊള്ളാം. വർക്ക് ചേട്ടൻ എന്തു പറയുമോ എന്തോ. ഇതും കൂടി ചേർത്ത് 4ാമത്തെ ഇടത്താ പണിക്ക് പോകുന്നത്. ഇതും കൂടി പോയാ മുജീബ് കയറി പണി ചെയ്യുമെന്ന്. ഞാനിപ്പോ വരെ. അടിപൊളി. പെരിയ കൊച്ചു കള്ളി. രാവിലെ നിന്നെ ഞാൻ സ്വപ്നം കണ്ടതേ ഉള്ളൂ. ഓ, അടുത്തൊന്നും ആരുമില്ല. ഒറ്റ ചാട്ടം ചാടി അങ്ങ് അടുത്തിയല്ല. അല്ല, എന്താ ഗിരീഷേട്ടാ പതിവില്ലാതെ? അല്ല, സ്മിത ഇവിടെ നിൽക്കുന്ന കണ്ടു. അപ്പൊ ചുമ്മാ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അതെ, ഇന്ന് വെളുപ്പിനെ ഞാൻ സ്മിതയെ സ്വപ്നം കണ്ടതേ ഉള്ളൂ. എന്ത് സ്വപ്നമാ കണ്ടത് ചേട്ടാ? അതൊക്കെ ഉണ്ട്, പക്ഷെ പുറത്ത് പറയാൻ കൊള്ളത്തില്ല. എന്നാ സ്വപ്നം നിറവേറ്റി തരട്ടെ? നേരാണോ? എങ്കി ഇവിടെ വെച്ച് തന്നോ? അത് വേണ്ട, എന്റെ വീട്ടിലോട്ട് വാ. വീട്ടിലോട്ടോ? ഓ, എന്റെ അമ്മേ, വീട്ടിലേക്കോ? കോളടിച്ചു. കൂട്ടിൽ നിന്ന് ഞാൻ പൊളിച്ചടുക്കും. എന്റെ സമയം ഏകദേശം ശരിയായെന്ന് തോന്നുന്നു. ബക്കറ്റ് ഒക്കെ വേണേ ഞാൻ പിടിക്കാൻ കേട്ടോ. എവിടെ പോവാ? ഞാനിപ്പോ വരാം, നീ ഇവിടെ നിക്ക്. വർക്ക്ഷോപ്പിലെ പണി നല്ലൊരു വഴിക്ക് പോകുമ്പോഴാ വർക്കിച്ചേട്ടന്റെ വർക്ക്ഷോപ്പും. നീ പോയാടെ ചട്ടും പൊട്ടും മുറുക്കി കൊടു. ഞാൻ ദേ പോയി ദാ വന്നു. എന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് മോനെ. വായി പൊളിച്ച് നിൽക്കാതെ പണിക്ക് പോടാ. വർക്ക്ഷോപ്പ് മിക്കവാറും ഇടി ഷോപ്പായിട്ട് മാറും. വാ ചേട്ടാ. ആരും ഇല്ലെന്ന് തോന്നുന്നു. പൊക്കം ആരും കാണില്ല. ഇല്ലാത്ത
ഇത്രയും പെട്ടെന്ന് സെറ്റാക്കുമെന്ന് മനസ്സിൽ പോലും ഞാൻ വിചാരിച്ചില്ല. പെട്ടെന്ന് കയറങ്ങോട്ട് കഥ വളച്ചേ. ചെരുപ്പും കൂടെ എടുത്തേക്കാം. പട്ടി എടുത്തോണ്ട് പോയാൽ ഇനി തെളിവിന് അത് മതി. ആരുമില്ലല്ലോ, ഭാഗ്യം. ഓ എന്തിനാ അടുക്കളയിലോട്ട് പോന്നേ? കാപ്പി പിന്നിടാം. എന്തിനാ മുളക് പൊടി കിട്ടാൻ നീറുവന്ന്? അയ്യോ ഇവക്ക് ഭ്രാന്താണ്. അയ്യോ ഓ ചെരുപ്പുള്ളത് ഭാഗ്യം, മുഖത്ത് വീണില്ല. നാളെ ചെറ്റ പട്ടി പുകഞ്ഞു നീറുന്നേ. അയ്യോ പഠിക്കാനും മുട്ടുന്നേ. അവന് പോയിട്ട് കാണുന്നില്ലല്ലേ. എന്നാലും അവനവിടെ പോയതോ? നീ വല്ലതും സംഭവിച്ചു കാണൂ? അയ്യോ അയ്യോ ഓ കാലടിപ്പിക്കാനും പറ്റത്തില്ല. ഇതെല്ലാം കൂടെ പറഞ്ഞു പോയോ എന്റെ അമ്മോ. പറ്റിയതൊന്നും പറയാ. വലിയ പറ്റക്കവാ പറ്റിയത്. എന്റെ സൂനയെല്ലാം അവള് മുളക് പൊടി ഇട്ട് കരിച്ചു കളഞ്ഞടാ. അവക്ക് ഭ്രാന്താടാ. അവക്ക് ഭ്രാന്തോ? അവളെ കണ്ട അങ്ങനെ തോന്നില്ലല്ലോ. നിക്ക് നിക്ക് നിക്ക്. അവള് ഇവിടെ മാത്രം മുളക് പൊടി ഇടാൻ എന്താ കാരണം എനിക്കറിയത്തില്ല. നീ ഇവിടുന്നില്ലേ? ഞാൻ എഞ്ചിനൊന്ന് തണുപ്പിച്ചിട്ട് വരട്ടെ. അയ്യോ കണ്ടിലും വരട്ടെ. കണ്ടും നീറുന്നേ. ഭ്രാന്തായതാണ്. അയ്യോ എന്താടാ കുഴപ്പത്തിന് ആനോട്ടോ? മുതലാളി ഉണ്ടോ എന്തോ? ആ മുതലാളി ഉണ്ട്. നല്ല മനസ്സായിരിക്കണേ. ആ ഇതാരാ? ഇവനേതാ? ആ മുതലാളി മുതലാളി അല്ല ഇതാരാ? വാ വാ ഇരിക്കണം. താങ്ക്സ് മുതലാളി. കുടിക്കാൻ ചായയോ ഡ്രിങ്ക്സോ? ഒന്നും വേണ്ട മുതലാളി. 12 മണിക്ക് കയറി വന്നിരിക്കുന്നു. നിനക്ക് ഇപ്പോഴാണല്ലോ നേരം വെളുത്തത്. ഇന്ന് എഞ്ചിനീയർമാരുമായിട്ടുള്ള മീറ്റിംഗ്. നീ കാരണം അതില്ലാതായി. ഇപ്പൊ എഴുന്നള്ളി വന്നിരിക്കുക. ഇറങ്ങിക്കോണം ഇവിടുന്ന്. മേലാലി ഭാഗത്ത് കണ്ടുപോയേക്കരുത്. വല്ല പെണ്ണുങ്ങളുടെ പറയാൻ നടക്കുക. കുറെ നാളായി നീ വേലത്തരം കാണിക്കാൻ തുടങ്ങിയിട്ട്. നിനക്ക് പകരം ഞാൻ വേറെ ആളിനെ വെച്ചിട്ടുണ്ട്. ഇനിയും നിന്റെ ആവശ്യമില്ല. മുതലാളി എന്തോന്ന് മുതലാളി? ഇറങ്ങിപ്പോവളിയിൽ നോക്കിയാളെ കഴിയണം. ഞാൻ മനസ്സിൽ വിചാരിച്ചു നിനക്ക് ഈ ഗതി വരും. പറഞ്ഞ വെച്ചിട്ടുണ്ട്. എടാ തണ്ടി കഴിവ്, നല്ല കഴിവ്. എൻ്റെ ഗതി നിനക്കും വരും. ഞാനും ഒരിക്കൽ മുതലാളിയാവും. വർക്കിച്ചേട്ടാ ഞങ്ങൾ വരുവാ. അയ്യോ വർക്കിച്ചേട്ടാ അങ്ങനെ പറയല്ലേ. വർക്കിച്ചേട്ടാ ഞങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ വരും. അയ്യോ ഇപ്രാവശ്യം അങ്ങനല്ല. ഒരബദ്ധം പറ്റിയതാ വർക്കിച്ചേട്ടാ. ഞങ്ങൾ നാളെ വരും. അല്ല ഇന്ന് വരും. വർക്കിച്ചേട്ടാ അങ്ങനെ പറയല്ലേ. കഷ്ടമുണ്ട്. വർക്കിച്ചൻ എന്ത് പറഞ്ഞു? നിന്റെ എരിച്ചിലൊക്കെ മാറിയോ? അത് 2 ദിവസം പിടിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവിടെ പുറകെ പോയിരുന്നു. അവസാനം പണിയും പോയി. എടാ അവള് സ്നേഹത്തോടെ വിളിച്ചിട്ട് ഇങ്ങനെ പണി തരാനാന്ന് ഞാൻ അറിഞ്ഞോ? ഇപ്പൊ എന്തായി? ജോലിയും പോയി, സമയവും നഷ്ടം. നിങ്ങളെന്താ ഇവിടെ? എടാ അജി നീ ഒന്ന് പണിക്ക് പോയില്ലേ? അവിടെ നിന്ന് ആ പണിയും പോയി കിട്ടി. അതെന്ത് പറ്റി? ഓ എഴുന്നേക്കാൻ താമസിച്ചു. പിന്നെ അച്ഛനോട് ഓശാന പാടിയപ്പം സമയം പോയത് അറിഞ്ഞതുമില്ല. പോരാത്തതിന് ഇറങ്ങിയപ്പോ കണി കണ്ടത് ആ അമ്മൂനെയാണ്. ആ അമ്മൂമ്മനെ കണി കണ്ട ഇന്നത്തെ കാര്യം പോയി കിട്ടും. അല്ല നിങ്ങളെന്താ ഇവിടെ? അളിയന്റെ ഷർട്ട് എവിടെ? ഷർട്ടിന് ഭയങ്കര ക്ഷീണം. ദോ ഉറങ്ങാൻ കിടക്കുന്നു. ചുമ്മാ ഇവൻ രാവിലെ ഒരുത്തിയുടെ പുറകെ മണം പിടിച്ച് പോയപ്പോഴേ എനിക്ക് തോന്നിയതാ ഇന്ന് പണി വല്ലതും കിട്ടുമെന്ന്. ആര്? ആ സ്മിത. അവക്ക് പ്രാന്തടാ പ്രാന്ത്. ദോഷം പറയരുത്. അവള് നല്ല തറവാട്ടി പിറന്ന അന്തസ്സുള്ള 1-ാം തരം മുതു പ്രാന്തി. ശരി അത് ഇവരെങ്ങനെ മനസ്സിലായി? ഇവനെ വിളിച്ചോണ്ട് അവിടെ വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് ഇവന്റെ ആസനത്തിൽ മുളകൂടി വാരിയിട്ട് അത് ഓർമ്മിപ്പിക്കലടാ. പിന്നെ അവസാനം ഈ പുഴ ചാടി അവന്റെ ആസനത്തിന് നീറ്റല് മാറ്റിയത്. അപ്പൊ അവക്ക് വട്ടായിരുന്നല്ലേ? കണ്ടാ പറയത്തില്ല. അവക്ക് വെറും വട്ടല്ല, ഒടുക്കത്തെ വട്ട. ഇനി എന്തായാലും വർക്കിച്ചാന്റെ വർക്ക്ഷോപ്പിൽ ചെന്നാ പണിക്കെടുക്കത്തില്ല. വേറെ വല്ല പണിയും നോക്കണം. അതാ നല്ലത്. അപ്പം പണി പോയി. ക്ഷീണം മാറ്റാൻ കുട്ടപ്പന്റെ കടയിലോട്ട് പോയാലോ? എന്തിനാ? പണി പോയ കാര്യം പറഞ്ഞവന് ചിരിക്കാനാ? എപ്പ പാട്ടാന്ന് ചോദിച്ചാൽ മതി. അവൻ നേരത്തെ അറിഞ്ഞാണ്. നീ വാ. നിക്ക് ഞാൻ ഈ ഷർട്ട് ഒന്ന് എടുത്തോട്ട്. ദേ അവിടെ പോയി എനിക്ക് സംഭവിച്ചതൊന്നും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് മൊത്തം നാറും.
അതൊന്നുമില്ല, നീ ധൈര്യമായിട്ട് വാ, ഞങ്ങളെ മിണ്ടില്ല. ഓ പോരെ? അത് മതി. മുളക് പൊടി മൊത്തം പോയി. നടക്കുവോ നീ? ബാക്കിയുള്ള അന്വേഷണം ജോലിയും പോയി വൃത്തിക്കാടാ. എന്തോ ചെയ്യാൻ. പെട്ടെന്ന് നടയങ്ങോട്ട്. ഇത് പൊറാട്ടയാണോ റബ്ബറാണോ? ആശാനെ, ആശാനെ, എന്താ ആശാനെ കാണിക്കുന്നത്? അയ്യോ, ഇത് ഞാനൊന്ന് കഴിക്കാൻ നോക്കുക. അതിനെ കഴിച്ചൂടെ? ഈ പൊറോട്ടയുടെ ആണ് ആശാന്റെ കളരി. അതിനിത് പൊറോട്ടയല്ലല്ലോ, റബ്ബറല്ലേ? ദേ എന്റെ ആശാനെ, ദേ രാവിലെ എന്റെ പൊറോട്ട കളിയാക്കരുത്. രാവിലെ മെനക്കെടുത്താനായിട്ട് എത്തിയല്ല പറ്റിയാര്. റപ്പ ഇന്ന് മെഡിക്കൽ സ്റ്റോർ തുറന്നില്ലേ? തുറന്നായിരുന്നു, ചായ കുടിക്കാൻ ഇറങ്ങിയത്. ആശാനെന്താ പൊറോട്ടയോടൊരു മൽപ്പിടുത്തം? അതെ, കുട്ടപ്പായുടെ പൊറോട്ടയല്ലേ, അപ്പൊ ഇച്ചിരി ബാസിൽ പിടിക്കേണ്ടി വരും. എന്തൊരു ചൂട്. ഇന്ന് പണിയൊന്നും ഇല്ലയോ? ഇന്നത്തെ പണിയും പോയി, 8ന്റെ പണിയും കിട്ടി. ഇനി പുതിയ പണി വല്ലതും നോക്കണം. അങ്ങനെ ആ പണിയും പോയി കിട്ടി. ഇതിലെന്തോ ഇത്ര ചിരിക്കാൻ? ചുമ്മാതല്ല നിങ്ങളെ വീക്കെന്ന് വിളിക്കുന്നത്. ദേ കുട്ടപ്പ, ശവത്തെ കുത്തരുത്. എല്ലാവരും വീക്കെന്ന് വിളിച്ച് ആക്ഷേപിക്കരുത്. ഇവിടെ എല്ലാവർക്കും അറിയാം ഞങ്ങൾ വീക്കേളാണെന്ന്. എന്റെ ഭാര്യയും പറഞ്ഞു ഒരു വീക്കേകളാണ്. എന്ത് കുന്തരാണ്ടുവാ? വീക്കെന്ന് പറഞ്ഞാൽ വെറും കുണ്ടികൾ. അതെന്തോ കുണ്ടി? വെറും കുണ്ടി. ഒരു പണി ഇല്ലാത്തവരെ ഇങ്ങനെയാ പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കാം ഇങ്ങനെ ഒരു പേര്. ഇവരെയൊക്കെ അങ്ങനെയാ വിളിക്കുന്നത്. കുട്ടപ്പ, നീ അകത്ത് പോയി ചായ എടുത്തോണ്ട് വന്നേ. എന്നാ വീക്കെ എടുക്കാം. എന്റെ കുട്ടപ്പ, നീ ഒന്ന് പതിയെ പറ. വഴിയെ പോകുന്ന പെണ്ണുങ്ങളാണ് കേട്ടോണ്ട് പോയാൽ നാണക്കേടാന്ന്. ആർക്ക്? ഞങ്ങക്ക്. കുട്ടപ്പ, എന്നെ കട്ടപ്പയാക്കരുത് കേട്ടോ. ഓ, ഈ പൊറോട്ടയുടെ ഞാൻ തോറ്റ്. അല്ലാസാനെ പോവാന്നോ? മതിയായേ എൻ്റെ ഒരു പൊറോട്ട. ഓ അതെ, പറ്റില്ലെന്നും പറ്റ്. ആ, നിങ്ങളെ പണിയിൽ നിന്നും പറഞ്ഞു വിട്ടതാണോ അതോ രാജിക്കത്ത് കൊടുത്തതാണോ? രാജിക്ക് കത്ത് കൊടുത്തതല്ല വിഷയം. രാജിയുടെ അമ്മയോടൊരു ഉമ്മ ചോദിച്ചതാണ് വിഷയം. ആണി വെച്ച ചെരുപ്പായിരുന്നു. നമസ്കാരം. എന്റെ മെമ്പറെ, ഇപ്പോഴെങ്കിലും ഒന്ന് കണ്ടു കിട്ടിയല്ലോ. പഞ്ചായത്ത് മെമ്പർ ആയപ്പം നമ്മളെയൊക്കെ അങ്ങ് മറന്നു. ഓ, അതൊന്നുമല്ല. പിന്നെ മെമ്പറെ, എന്തായി എന്റെ കാര്യം? എന്താകാൻ? ഓ, ഒന്നും അറിയാത്ത പോലെ തമാശകളോ മെമ്പറെ. എന്റെ പെണ്ണിന്റെ കാര്യം എന്തായി? ഞാനെന്തോ മാമയോ? നിന്റെ ഒക്കെ എന്തുവാടേ? പിന്നെ ഒരു പെണ്ണുണ്ട്, ഇപ്പൊ പോയാ കാണാം. നിങ്ങൾ ഇവിടെ കാണുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നേ. എങ്കിൽ പിന്നെ സമയം കളയുന്നത് എന്തിന്? വാ, പോയേക്കാം. ഇവിടുത്തെ വാട്ടച്ചായ എന്തിനു കുടിക്കുന്നു? പെണ്ണ് കാണാൻ പോകുന്ന വീട്ടിൽ നിന്ന് കുടിക്കാം. പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട ഇന്ന് തന്നെ കെട്ടിക്കൊണ്ടിഞ്ഞ് പോരണം. ഞാൻ വരുന്നില്ല, നിങ്ങൾ വെക്കോ. അതെന്താ? കഴിഞ്ഞ പ്രാവശ്യം പെണ്ണ് കാണാൻ പോയപ്പോൾ സൈറ്റ് അടിച്ചെന്നും പറഞ്ഞോണ്ട് ഒരു തുള്ളി കളി വന്നില്ല. നീ കൂടെ വാ. ഞാൻ വരുന്നില്ല. വരുന്നില്ലെങ്കിൽ വരണ്ടാന്നേ. എന്റെ മറ്റുള്ള കല്യാണമെല്ലാം മുടക്കിയതും ഇവൻ തന്നെയാണോ എന്നെനിക്കൊരു സംശയം ഇല്ലാതില്ല. ഞങ്ങൾ തിരിച്ചു വരുന്നത് മാക്സിമം ഈ കല്യാണം ഉറപ്പിച്ചിട്ടായിരിക്കും. വാടാ ചമ്മിരിക്കാതെ പോടേ. ഇത് തുറക്കാനും പറ്റത്തില്ലേ? മെമ്പറെ പോലെ തന്നെ രണ്ടും പഴകിയത്. വീണ്ടും മെമ്പറെ ഇതും തള്ളണ്ടി വരുമോ? ആ, അനങ്ങി അനങ്ങി. ഇതാ ഞാൻ പറഞ്ഞ പെണ്ണിന്റെ വീട്. ആഹാ, വീട് കണ്ടാലറിയാൻ തറവാടികളാണ്. എങ്ങനെയുണ്ട്? എന്റെ വിലയ്ക്കും നിലയ്ക്കും പറ്റിയ ഫാമിലി ആയിരിക്കും. എന്നാ പിന്നെ ഇറങ്ങിയാണ്. അടിപൊളിയിൽ ഞാൻ കലക്കും. അളിയാ, ഇത് ഒത്തു കിട്ടിയ നല്ലൊരു ബന്ധം. അളിയന് സെറ്റായില്ലെങ്കിൽ ഞാൻ സെറ്റാക്കാം. ഇറങ്ങിയപ്പോ തന്നെ അപശകനം പറയാതെ തെണ്ടി. എന്തുവാടാ ഇത്? ഇത് പൂക്കടക്കാരുടെ മോനോ? പൂവും കായുള്ളൊരു ഷർട്ട് നേരെ പിടിച്ചിട്ട് ഡീസൻ്റ് ആയിട്ട് വാടാ. വാ ഇങ്ങോട്ട്. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ഷർട്ടിടും, നടക്കും. എന്നെ സുന്ദരാക്കാൻ വന്നേക്കുന്ന കള്ളത്തണ്ടി. ആ, നമസ്കാരം. 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 ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇരിക്കാം. എവിടെ തെള്ളി കയറി പോകും? ഞാനാണ് ചക്കൻ. നമസ്കാരം. റെഡിയാണോ? അവളെപ്പോഴേ റെഡിയാ. ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര ഫാസ്റ്റാണ്. അവിടെ ഇവിടെ ഊട്ടയുണ്ടെന്ന് ചോദിച്ചാൽ നല്ല വീട്, അടിപൊളി. നമ്മളെ വിളിക്കട്ടെ? ആയിക്കോട്ടെ. അവളെ പോയി വിളിച്ചോണ്ട് വാ. അയ്യേ, ഇതാണ് ചിപ്സും ബിസ്ക്കറ്റും.
ഇതാണോ പെണ്ണ്? എന്റെ അമ്മേ. പെണ്ണിനെ നല്ലപോലെ നോക്കിക്കോണേ. ഇതിനെ നോക്കുവല്ല, ഞാൻ കടിച്ച് തിന്നും. ദൈവമേ, അളിയ പെണ്ണോ പെണ്ണ കല്ലോ? ഓടിയാലോ ഇതിന്. ആ എന്ത് ചെയ്യുന്നു? വർക്ക്ഷോപ്പിലാ. പണിയൊക്കെ പോയി. ആ എന്തേലും പറഞ്ഞോ? അല്ല, വർക്ക്ഷോപ്പിലെ പണിയെല്ലാം ഓടി നടന്ന് ചെയ്യുകയാണെന്ന് പറയായിരുന്നു. അല്ലടാ, ഞങ്ങൾക്ക് ആകെയുള്ള മോള. എന്റെ ഭാഗ്യം, വേറെ ആരും ഇല്ലാത്തത്. കാണുന്നതൊക്കെയും ഞങ്ങളുടെ തങ്കക്കുടം പോലുള്ള മോൾക്ക് മാത്രമുള്ളതാണ്. അതും എന്റെ ഭാഗ്യമാണ്. കുഴപ്പമില്ല. നോക്കിയിരിക്കാതെ ബിസ്ക്കറ്റ് ചായ കേട്ടോ. സത്യമല്ല, ഇത്ര നല്ല ഉപ്പേരി ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അവന്റെ കൊലയല്ലയോ? ഏതാണോ ഈ വൃത്തിയേട്ടവൻ? നോക്കിച്ചാൽ അവനെ തിന്നെ. നമ്മൾ തമ്മി അങ്ങനെ വല്ലതും ഉണ്ടോ? നമ്മൾ തമ്മി അങ്ങനെ ഒന്നും ഇല്ല. കയ്യെ എന്തൊരു സാധനം! നോക്കാതെ എടുത്ത് തിന്നു പറയാം. കേട്ടു കേട്ടോ. അയ്യേ, എനിക്കൊന്നും വേണ്ട ഈ അമ്മാവനെ. അമ്മേ, അയാളെ കണ്ടാൽ തന്നെ അറിയാം, നല്ല പ്രായമുണ്ട്. പോരാത്തതിന് വയറും ചാടി ഒരു മാനേഴ്സും ഇല്ല. വൃത്തികെട്ട മനുഷ്യൻ. ഇതില് എത്രയോ ഡീസന്റ് ആ കൂടെ വന്ന കൂട്ടുകാരൻ. ഇയാൾക്ക് തലയ്ക്ക് വല്ല അസുഖമാണെന്ന് തോന്നുന്നു. ഇത് നടക്കില്ല. എനിക്കെങ്ങും വേണ്ട ഇയാളെ. മോള് പറഞ്ഞ് ശരിയാണല്ലോ. അമ്മാവ. അമ്മാവനോ? ആരാടാ നിന്റെ അമ്മാവൻ? അത് നീ സ്വയം വിളിച്ചാ മതി. എന്റെ പ്രായമുണ്ടല്ലോ നിനക്ക്. എടോ മമ്പറേ, ഇതെന്നോട് വേണ്ടായിരുന്നു. കടന്ന് പോയിക്കോണ്ട് അവിടുന്ന്. വേഗം പോവാം, ഇവിടെ ഇന്നാ പണി വാളും. അല്ല, ബാക്കി ഉപ്പേരിയും കൂടെ തിന്നിട്ട് മെമ്പറെ ഓടിക്കോ. ഞാനും ഉണ്ടറാ. തുറക്കുന്നില്ല. തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. കഥാപ്രസംഗം പറയാതെ വണ്ടി എടുത്തോണ്ട് പോകും. ആരോടും പറയണ്ട, രണ്ടുപേരും കേട്ടല്ലോ. ഞാൻ ആരോടും പറയുന്നില്ലേ. എന്നാ ശരി. ഇല്ല. ആ ശരി ശരി. അളിയ പെണ്ണിനെ കണ്ടോ? കണ്ടു. അതും ചീറ്റി. വയറും നിറയും കാരണം. ഇവന്റെ ആക്രാന്തം കണ്ടപ്പോഴേ അവള് വേണ്ടാന്ന് പറഞ്ഞു. പോരാത്തതിന് കൂറ ഷർട്ടും മുണ്ടും. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, അവക്ക് എന്നെ ഇഷ്ടമായെന്ന് തോന്നുന്നത്. ആ ബെസ്റ്റ്. ഈ പട്ടിയെ കൊണ്ടുപോയാൽ കുഴപ്പമാവെന്ന് വിചാരിച്ചാൽ ഈ പട്ടിയെ കൊണ്ടുപോയത്. 2 പട്ടികളും കൂടെ ചേർന്ന് എന്റെ ജീവിതം നായ നക്കി കണ്ടാലടങ്ങാനായിട്ട്. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. ആ സ്മിത കാരണം ഉള്ള ജോലിയും പോയി. നിന്റെ പണി മാത്രമല്ല, എന്റെ പണിയും പോയി ആ അമ്മ കാരണം. പോവലേ. ഇവൻ ഇന്ന് ഞാനൊരു പണി കൊടുക്കും. കുറെ നാളായി നമ്മളെ ഇവൻ കളിയാക്കുന്നു. ഇവനെ ഇന്ന് ഞാൻ അച്ചാറിടും. അണ്ണാച്ചി അച്ചാർ. എന്ത് പണി? അവന് ഞാൻ കാണിച്ചു കൊടുക്കാം. വൈകിട്ട് അടിക്കാനുള്ള ടച്ചിങ്സും ഗ്ലാസും എടുത്തു വെച്ചോ. സാധനം എടുത്തോണ്ട് ഞാൻ വരും. എന്നാ ശരി. അയ്യോ അയ്യോ, തവളയുടെ മണ്ട വീണ്. തന്നെ പറ്റിയ സമയം. ആരുമില്ല അടുത്തു, ആരുമില്ല. മൊബൈൽ പൈസ. മൊബൈലെടുത്ത് വെള്ളം അല്ലേ വേണ്ട, ചട്ടിക്കകത്തിരിക്കട്ടെ. മേലെ കൊട്ടന് കൊടുക്കാം. അണ്ണാച്ചി പട്ടി അവന്റെ ഒരു കീറ തുണിയും എടുത്ത് കളി. ഓട്ടങ്ങോട്ട് മേലാൽ അവൻ ഇരട്ടപ്പേര് വിളിച്ചാരെയും കളിയാക്കരുത്. തെണ്ടി. கடவுளே என் சட்டை எங்க? கடவுளே என் துணி எங்க? சட்டை எங்க? காணலையே. எல்லாமே போச்சா? ஐயோ ஐயோ. വച്ചാമാരെ
ഗ്യാപ്പ് 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 ഗ്യാപ്പേ. ഭയങ്കര കോമഡി കളിയാ, പൊരിഞ്ഞ കോമഡി. നമ്മുടെ ആ ചൊറിയൻ അണ്ണാച്ചിയില്ലേ, അണ്ണാച്ചിക്കിട്ട് ഒരു മുട്ടം പണി ഇന്ന് കുളിക്കട വെച്ചാ കൊടുത്ത് അയാളുടെ പോക്കറ്റിൽ ഇരുന്ന പൈസയും എടുത്ത് അയാളുടെ ഉടുതുണിയും പണിയായതും എടുത്ത് ആറ്റിലും കളഞ്ഞു. നീ പൈസ എടുക്കുന്ന അയാൾ കണ്ടോ? ഏയ് ആര് കാണാൻ? കൊള്ളാം, ആരെങ്കിലും കണ്ടു കാണുമോ? അത് എനിക്കങ്ങനെ അറിയാം. ഏയ് ആര് കണ്ടു? ഇന്നത്തെ കാര്യം സെറ്റാന്നേ. കുശാലായാലും സെറ്റായാലും സെറ്റാന്നോ? കുട്ടപ്പന്റെ കടയിൽ പോയാലോ? അതെന്തിന്? ചായ കുടിക്കാൻ. ചായ അല്ല, ചാരായം. അത് പറ, കഷ്ടപ്പെട്ടതിന് ഫലം വേണം. ചായ കുടിച്ചാലാണെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ട നല്ല കാര്യമുണ്ട്. എന്റെ കുട്ടപ്പ ഓംലെറ്റ് തരൂ. ഓംലെറ്റ് റെഡി. ഇനി ഉപ്പുണ്ടോ നോക്കി. കുറേശ്ശെ അടിയതാ, അണ്ണാച്ചി ഇല്ലായിരുന്നെ കാണായിരുന്നു. അണ്ണാച്ചിയോ? അയാളുമായി നിങ്ങൾ മിണ്ടിയോ? ഞങ്ങളുടെ പണക്കൊക്കെ അന്നേ മാറി. അങ്ങനെ അല്ലായിരുന്നല്ലോ അയാളുമായിട്ടുള്ള ബന്ധം. അവൻ നിങ്ങളെ കളിയാക്കില്ലായിരുന്നു. എന്നിട്ടിപ്പോ എന്തായി? വേണേ വിശ്വസിച്ചാൽ മതി. എനിക്കോ? പിന്നെ എനിക്കോ? അങ്ങോട്ട് അടിക്കി കുട്ടപ്പ, എന്നിട്ടൊരു പാട്ട് അങ്ങോട്ട് കീച്ച്. ചേട്ടൻ ഇഷ്ടമുള്ളത് കീച്ചിക്കോ, താളം ഞങ്ങൾ പിടിച്ചിരി. പോരട്ടിങ്ങോട്ട് മേടിച്ചിരിക്കാതെ ഇങ്ങോട്ട് പോരട്ടെ. നിങ്ങൾ താളം പിടിച്ചോണം. കുറെ നാളെ മനസ്സൊന്ന് തണുത്തിട്ട് ചേട്ടൻ ഇഷ്ടമുള്ള ഒരു പാട്ട് അങ്ങോട്ട് പാട്. നമുക്ക് താളം വിളിക്കാറിയാ. കാടും മേടും കടന്നു വരുന്നൊരു നാടുവാഴി മൂപ്പനുണ്ടേ. മൂപ്പന് തുണയായി ചേനനുണ്ടേ. ചേനന്റെ തോളിൽ മാറാപ്പുണ്ടേ. കാടും മേടും കടന്നു വരുന്നൊരു നാടുവാഴി മൂപ്പനുണ്ടേ. മൂപ്പന് തുണയായി ചേനനുണ്ടേ. ചേനന്റെ തോളിൽ മാറാപ്പുണ്ടേ. മാറാപ്പിനകത്തൊരു പൊതിയുമുണ്ടേ. പൊതിയിലൊരിത്തിരി വറ്റുമുണ്ടേ. പ്രാണനകറ്റുവാൻ വായുമുണ്ടേ. വായു അകറ്റുവാൻ ഏനെന്റെ ദൈവമുണ്ടേ. വല്ലവന്റെ പൈസ കുടിച്ചാ ഇങ്ങനെ. ഇന്നലത്തെ കെട്ട് ഇതുവരെയും മാറിയില്ല. ഒരു ചെറുത് കിട്ടിയാൽ കൊള്ളായിരുന്നു. ഇന്ന് തെണ്ടത്തേ ഉള്ളൂ. ഇന്നലെ അണ്ണാച്ചിയും കുട്ടപ്പനും ഉള്ളതുകൊണ്ട് കാര്യം നടന്നു. ഇഷ്ടം. അണ്ണാച്ചിയുടെ കാര്യം പറഞ്ഞേ ഉള്ളൂ. അണ്ണാച്ചി என்ன அண்ணாச்சி இன்னும் வேலைக்கு போகலையா? எப்படி போகும்? என் கையில இருந்த பேட்ஸ், துணி, பேக் எல்லாமே இவன் எடுத்துட்டு போயிட்டான். ஐயோ, ரொம்ப கஷ்டமாயி போச்சு. அவனை எடுக்கட்டும், அவனெல்லாம் நாசமா போயிடும். அண்ணாச்சிയുടെ കഷ്ടക്കാരപ്പക തീർന്നു. പാവം അണ്ണാച്ചി, ഇങ്ങനൊന്നും ആയിരുന്നില്ല അവന്റെ സ്വഭാവം. എന്നാലും നീ ആ പാവം അണ്ണാച്ചോട് ഇങ്ങനെ കണ്ടായിരുന്നു. ഇന്നലെ ഓസിനടിച്ചപ്പോ ഈ സിമ്പതി ഒന്നും കണ്ടില്ലായിരുന്നല്ലോ. എന്താ ഉണ്ട്? രാജി, അണ്ണാച്ചി മാനസാന്തരപ്പെട്ടു. ഞങ്ങളോട് ഇപ്പൊ സംസാരിച്ചേ ഉള്ളൂ. പാവം പാവം. പോവാൻ പറയാനോട്. നീ അത് വിട്. ഇന്നത്തെ കാര്യം എങ്ങനാ? എങ്ങനെ? കൈയും കാലും വിറച്ചിട്ട് വയ്യ. ഒരു ചെറുതെടുത്താലോ? നീ ആ ചണ്ട. നീ പോയ കാര്യം എന്തോയി? വല്ലോ നടന്നോ? അവനെ കണ്ടോ? കിട്ടിയോ? പിന്നെ പട്ടാളത്തെ കറക്കിയില്ലേ? കിട്ടിയോ? ചക്കരെ, എത്ര കാലമായി പട്ടാളം അടിച്ചിട്ട്. ഇന്ന് വെടികൾ പടപടാ പൊട്ടി. ഓ പട്ടാളം. ഏതാണീ മാലാഖ? ഇവളെ എവിടെ വെച്ചോ കണ്ടതുപോലെ. അവൾ എന്നെ ആയിരിക്കോ കണ്ണടച്ച് കാണിച്ചത്? ആയിരിക്കും. ഇവളെന്നെ നോക്കിയാണോ? കിട്ടി കിട്ടി.
എന്ത് കിട്ടിയെന്ന്? അത് ആശാന്റെ മോളാ. ആഹാ, ആണോ? ആ ആശാൻ ഇത്രയും സൗന്ദര്യമുള്ളൊരു മോളോ? ആ ശരീരത്തിൽ ഇത്രയും സൗന്ദര്യമുള്ളൊരു മോള് ജനിക്കൂ? ആ വേട്ടാവളിയിൽ ഇത്രയും പൈങ്കിളി പോലെ ഒരു മോളോ? ഛേ, ഏതായാലും ഇന്നത്തെ കള്ളുകുടി ആ സുന്ദരി കുട്ടിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. സാധനം എടുക്കും. നിന്റെ കയ്യിലെടുത്ത സാധനം എന്ത് ചെയ്യും? സാധനം എന്താണ് എന്താ കുനിഞ്ഞു നോക്കുന്നു? കിട്ടാത്ത ദിവസം ഈ പാവം പിടിച്ചവനെ പട്ടാളത്തിന്റെ കയ്യും കാലും എല്ലാം കൂടെ പിടിച്ചിട്ട് പൊക്കിക്കൊണ്ട് വന്നോളാം. അതുകൊണ്ട് പൊട്ടിച്ചില്ല പട്ടി. വീട്ടിൽ നിന്ന് അരി വാങ്ങിക്കാൻ തന്ന 150 രൂപ എടുത്ത് അരിഷ്ടവും വാങ്ങിച്ചു. ഇനി നാളെ രാവിലെ ഞാൻ ആ തള്ളയുടെ കാല് പിടിക്കണമല്ലോ. ഈശ്വരാ, എല്ലാം ഈ തെണ്ടി കാരണോ? ഇതായാലും കിട്ടിയാലോ. ഇനി അതേ ഉള്ളൂ ഒരു സമാധാനം. മതിയളിയാ. രണ്ട് കവളെ എന്താവാനാ? ഒരു കവളുള്ളൂ. അളിയാ, നമ്മൾ രണ്ടുപേര് ചേർന്ന് ഈ 2 കവള് കുടിച്ചു കഴിയുമ്പോ ഈ സാധനം തീർന്നു. അതുകൊണ്ടാ പറഞ്ഞത്. എടാ പന്നി, വേണേ കൂച്ചാ മതി. അത് വേണ്ട. അളിയനാ സുന്ദരി പെണ്ണിനെ സ്വപ്നം കണ്ട് അയവിറത്തിങ്ങനെ മലമലാന്ന് കിടക്കുമ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടെ അടിക്കുന്നത് കണ്ട് ആസ്വദിക്കാം. എനിക്കൊരു കവള് കാണാ. നിനക്കൊരു കവള്, എന്റെ ഈ കവള് പിച്ചി നിനക്ക് തരാം പോരെ? അറിയാടാ, എന്റെ മദ്യശാമം നിനക്ക് കിട്ടും. നീയൊക്കെ ജന്മത്തെ മദ്യം കിട്ടാതെ റോഡിലൂടെ വെള്ളമില്ലാതെ നീയൊക്കെ തെണ്ടി തിരിഞ്ഞ് നടക്കും. ഒരു കവളെ, ഒരു കവളെന്ന് പറഞ്ഞ ഒരു കവളെ കുടിക്കാവൂ കേട്ടാ. നീ കൂടെ ഒരു കവള് കുടിച്ചോ. അതെയാ, ഒരു കവള ഒരു കവളെ. കള്ളപ്പന്നി അമ്മമാരോട് കുറവാകും. എനിക്ക് എന്നോട് ക്ഷമിക്കും. ഞാൻ അവള് വന്നപ്പോ അറിയാതെ എറിഞ്ഞു പോയതാ. ക്ഷമിച്ചിരിക്കുന്നു. എന്നാലും നമ്മളെ ആരെ കളി അവള് നോക്കി? എന്നാലും നിന്നെ അല്ല. എന്നാലും എന്ത് സുന്ദരിയാണ് അവള്. അവൾ എന്നെ ആയിരിക്കുമോ കണ്ണടച്ച് കാണിച്ചത്? ആയിരിക്കും, എന്നെ തന്നെ ആയിരിക്കും. അവളൊരു സുന്ദരി കൊച്ച. എന്നെ തന്നെ അവള് നോക്കി. എന്നാലും എന്നെ ആയിരിക്കുമോ കണ്ണടച്ച് കാണിച്ചത്? അല്ല, എന്തായാലും ഈ മണ്ടന്മാരല്ല. അപ്പൊ എന്നെ തന്നെയാ. നല്ല സുന്ദരിയാണ്. എൻ്റെ സ്വപ്നത്തിലെ രാജകുമാരി പോലെ.
പോക്കോ, ഞാൻ പുറകെ വരാം. പയ്യ പോടാ. നീ പോടാ. നല്ല അനുസരണയുള്ള പയ്യൻ. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണേലും പറയൂ. അത് പിന്നെ അന്ന് സൈറ്റ് അടിച്ച് കാണിച്ചത് എന്നെയല്ലേ? ആ, അതെങ്ങനെ മനസ്സിലായി? എനിക്കറിയാം. അതെ, തന്നെ കാണാൻ മുടിഞ്ഞ ഗ്ലാമറാ. ശരിക്കും മുടിഞ്ഞ ഗ്ലാമറാ. ആ നമ്പർ ഒന്ന് തരുമോ? അതിനെന്താ, എന്നാ എടുത്തു. പെട്ടെന്ന് അടിക്കേ. പിന്നെ നമ്മുടെ ബന്ധത്തെ കുറിച്ച് മറ്റു 2 പേരും അറിയണ്ട. ഒരിക്കലുമില്ല. എന്നാ പോട്ടെ. ചേർന്ന് പോട്ടെ. അടിച്ചു മോനെ, ലോട്ടറി കലക്കും. മേലേമാനത്ത് ഇന്നത്തെ സ്ഥാനത്ത് ഒരു സുഖമില്ലല്ലോ. എനിക്ക് കൂടെ കയറി. ചേട്ടാ. ഇവളോ? ചേട്ടാ, നീ വീണ്ടും സൈറ്റ് അടിക്കാൻ വന്നാന്നോടി? അന്ന് ഞാൻ ചേട്ടനെ നോക്കിയാ സൈറ്റ് അടിച്ചത്. ചേട്ടനെ എനിക്ക് ഒത്തിരി ഇഷ്ടാ. എന്നെ? നീ എന്താ തേങ്ങാണ് ഈ പറയുന്നത്? ഞാനൊരു കുടിയന്. ഈ എന്നെയാണോ നീ ഇഷ്ടമെന്ന് പറയുന്നത്? നിനക്കറിയാവോ, നീ അന്ന് ആ സൈറ്റ് അടിച്ച കാരണം ഒരു ഫുൾ ബോട്ടിൽ പട്ടാളമാ കല്ലടയാട്ടി ഒളിച്ചു പോയത്. അതിന്റെ ക്ഷീണം എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. സത്യമാ ചേട്ടാ ഞാൻ ഈ പറയുന്നേ. എനിക്ക് ചേട്ടനെ ഒത്തിരി ഇഷ്ടാ. പ്രത്യേകിച്ചൊരു കുടിയനെ. എനിക്ക് ചേട്ടൻ കുടിച്ചിട്ടുള്ള ആ നടത്തവും സ്റ്റൈലും വളരെ ഇഷ്ടാ. ഐ ലവ് യു ചേട്ടാ. വിരോധം ഇല്ലെങ്കിൽ ചേട്ടന്റെ നമ്പരും തരുമോ? നമ്പരോ? ഈ ഫോൺ ഞാൻ എടുത്തു. പിന്നെ മറ്റു 2 പേര് ഈ കാര്യം അറിയണ്ട. അറിഞ്ഞാ പാര വെക്കും. അതാ. ആ ശരി. എന്റെ സ്റ്റൈല് അവർക്ക് ഇഷ്ടപ്പെട്ടെ. ഇല്ലാത്ത കാശ് കൊടുത്ത് മീനും വാങ്ങിച്ച് കള്ള നാറി പറ്റിച്ച്. എന്തൊരു പാട് ചെയ്ത്. കൈ കഴുകുമ്പോ പോയാൽ മതിയായിരുന്നു. മുണ്ടേലുമായി. തോന്നില്ലല്ലോ പണ്ടാരത്. ഭക്ഷണം കാണുന്നില്ല. ചേട്ടാ, എന്താ? ഞാൻ ചേട്ടനെ കാണാൻ വന്നയാ. എന്നെ? ആ. എന്തിന്? ഇഷ്ടമാണെന്ന് പറയാൻ. ആരെ? ചേട്ടനെ. എന്നെ? ആ. ദൈവമേ, ഞാൻ അന്നത്തെ പോലെ വീണ്ടും സ്വപ്നം കാണുവാണ്. ആള് മാറിയോ? ഞാൻ ഗിരീഷാണ്. വട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നേരത്തെ ഒരു അനുഭവം ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചു പോയതാ. ഞാൻ കാര്യമായിട്ടാ ചേട്ടാ. നമ്മൾ തമ്മിൽ നല്ല പ്രായ വ്യത്യാസമുണ്ട്. പ്രായത്തിലല്ലല്ലോ കാര്യം ചേട്ടാ, മനസ്സിലല്ലേ? മാത്രമല്ല, തലയേറെ കുറെ നരച്ചു, വയറും ചാടി. ഓ, അതൊന്നും കുഴപ്പമില്ലെന്നേ. സിനിമാ നടൻ അജിത്തിനെ കണ്ടിട്ടില്ലേ? ഉണ്ട്. പുള്ളി മൊത്തം നരച്ചിരിക്കുക. ഇതിപ്പോഴത്തെ ട്രെൻഡാ ചേട്ടാ ഈ നര. വെറുതെ ഡൈ വാങ്ങി പൈസ കളഞ്ഞു. നരച്ചിരുന്നാ മതിയായിരുന്നു. എനിക്ക് ചേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ചേട്ടന്റെ നമ്പർ എന്തെന്ന് ഞാൻ വിളിക്കാം. കൂടുതൽ നേരം ഇവിടെ നിന്നാലേ നിങ്ങളുടെ കൂട്ടുകാര് കാണും. അവര് പാര പണി. അതാ ദോ ഇരിക്കുന്നു, എടുത്തോ. ആ. ആരെങ്കിലും കാണുന്നുണ്ടോ എന്തോ. ഞാൻ എന്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. ആ കോള് പോകുന്നുണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. എന്നാ ഞാൻ പോട്ടെ. ശരി. അല്ല, ഒന്ന് നിന്നേ. എന്താ? പട്ടും പ്രാന്തും ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് നിന്നെ ഒരു കാര്യം കൂടി ടെസ്റ്റ് ചെയ്യാനുണ്ട്. എന്താണെങ്കിലും പറഞ്ഞോളൂ ചേട്ടാ. എനിക്കൊരു ഉമ്മ തരണം, എങ്കിലും ഞാൻ വിശ്വസിക്കും. അത്രേ ഉള്ളോ? അത്രേ ഉള്ളൂന്നു. കൊച്ചേ, ഇതൊക്കെ നിസാരമാണോ? ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കൊക്കെ ഇത് നിസ്സാര. എന്നാ കണ്ണടച്ചോ. ഞാനെന്തിനാ കണ്ണടയ്ക്കുന്നേ? അതെന്റെ ഫസ്റ്റ് ടൈം കിസ്സാ. എനിക്ക് നാണം വരും. അതാ. അതിന് നാണം വരുന്ന ആള് താനല്ലേ? എനിക്കല്ല,
ചേട്ടനാ നാണം വരുന്നേ, അതുകൊണ്ടാ കണ്ണടയ്ക്കാൻ പറഞ്ഞേ. എന്നാ ശരി, തന്നു. ആദ്യ ചുംബനത്തിന്റെ മധുരം ആവോളം നുകരട്ടെ ഞാൻ. താ, എന്താ ഇത്ര താമസം? കൊച്ചു കള്ളിയോ അച്ഛൻ. താ, മരണമാണല്ലോ. ഇവൻ ഒറ്റയ്ക്ക് താ ചക്കര, ഒരു ചക്കര ഉമ്മ. എന്താ ഇത്ര താമസം? പൊട്ടാപ്പകല് സ്വപ്നം ഇങ്ങോട്ട് താ, താടി. ചക്കര താ, ചക്കര പെട്ടെന്ന് താ. എന്താടി ഇത്ര കട്ടി? ഈ കുമ്പജല്ലി ഇപ്പൊ എവിടുന്ന് വന്നു? ആരോടാടാ? നിന്റെ ഉമ്മ ചക്കര ഉമ്മയ്ക്ക് വരാൻ ചാണകപ്പൊടിയിലാണല്ലോ തല വെച്ചത്. ആശാനെ, അത് ഞാൻ ചുമ്മാ ഒരു സ്വപ്നം കണ്ടതാ. ഈ നട്ടുച്ചക്ക് കുളിക്കടവിലാണോടാ നിന്റെ ഉമ്മ ചോദിക്കല്? നീ എന്താടാ പൊട്ടനാണോടാ? എന്നാ ഞാൻ പൊക്കോട്ടെ. മീനന്റെ ദൈവമേ, വാങ്ങിച്ചു കൂട്ടിയാണ് എവിടെയെങ്കിലും പെണ്ണുങ്ങൾ കാണും. ഒന്നിനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാ. ഹലോ, ആരാ? ഞാൻ ആശയ. എന്താ ആശ, സുഖമാണോ? സുഖമാ. ചേട്ടനോ? പരമസുഖം. കുട്ടി പറഞ്ഞ നേരാണോ? എന്നെ ശരിക്കും ഇഷ്ടമാന്ന്? ശരിക്കും ഇഷ്ടമാ? ശരിക്കും ഇഷ്ടാ. ഓ, എനിക്ക് വയ്യ. മറ്റുള്ളവരെ അറിയില്ല ചേട്ടാ. അമ്മയോട് പോകാൻ പറ. അതെ, ചേട്ടനെ ഒന്ന് നേരിട്ട് കാണണം. ഇപ്പൊ കാണണോ? ഞാൻ വരാലോ. അല്ല, രാത്രിയിൽ. രാത്രിയിലോ? എനിക്ക് വയ്യ. അതിനു മുമ്പ് ഒരു കാര്യം ചേട്ടൻ എനിക്ക് ചെയ്തു തരണം. പറ. എന്ത് കാര്യം? ഞാൻ വാട്സാപ്പിൽ ഒരു സാധനത്തിന്റെ പേരിട്ടിട്ടുണ്ട്. ആ, അതൊന്ന് വാങ്ങണം. അത് മെഡിക്കൽ സ്റ്റോറിൽ മാത്രമേ കിട്ടൂ. അത് വാങ്ങണം. ദൈവമേ, എന്താ ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? എന്നാ അതൊന്ന് വാങ്ങി വെക്ക്. ഞാനൊരു ദിവസം രാത്രി വിളിക്കാം, അതുമായി വന്നാ മതി. നേരാണോ? ഇപ്പം ഞാൻ വെക്കുക. അച്ഛൻ കണ്ടാ പ്രശ്നമാകും. ഓ, രാത്രി ഞാനൊരു കലക്ക്. പണ്ടാണങ്ങാട്ട് പോകാൻ കാണാനില്ലല്ലോ. എന്തോ പറയാനാന്ന് പറ. പച്ചയ്ക്ക് ഇരിക്കണമല്ലോ ഇപ്പം. സുന്ദരികളാരും വീഴുന്നതുമില്ല. ഇപ്പം എന്തോ ചെയ്യും? ഇതാരാ നമ്പർ? ഹലോ, എടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വിളിക്കരുതെന്ന് തന്നെ? കുറെ ആയി നീ നമ്പർ മാറി വിളിക്കുന്നു. എന്റെ സ്വഭാവം നീ മാറ്റരുത്. അയ്യോ ചേട്ടാ, ഞാൻ ആശയാ. ബുദ്ധിമുട്ടായോ? അയ്യോ സോറി കേട്ടോ, ആശയായിരുന്നു. ഞാൻ കരുതി അവളായിരിക്കുമെന്ന്. ആര്? ഒന്നും പറയണ്ട. എന്റെ മുറപ്പെണ്ണൊരുത്തിയുണ്ട്. അവളെ കൊണ്ട് വല്ലാത്ത ശല്യമാണ്. എത്ര പറഞ്ഞാലും അവള് കേൾക്കത്തില്ല. എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പോലും അവള് പുറകെ നടക്കുക. അതെന്തു ചേട്ടാ? എനിക്ക് സുന്ദരിയായ ആശയെപ്പോലത്തെ ഒരു പെണ്ണിനെയാ ഇഷ്ടം. സോറി കേട്ടോ, ഞാൻ ആളറിയാതെ പറഞ്ഞു പോയതാ. അതൊന്നും കുഴപ്പമില്ല. പിന്നെ എനിക്കൊരു സഹായം ചെയ്യുമോ? പറഞ്ഞോളൂ. ഒരു ദിവസം എനിക്ക് അജിയേട്ടനുമായിട്ട് കഴിയണം. ആണോ? അതിനെന്താ, എത്ര നാള് വേണേലും കഴിയാം. കൊച്ചു കള്ളി. എന്റെ ആഗ്രഹം പറഞ്ഞതാ. ആ ആഗ്രഹം ഞാൻ സബലീകരിച്ചു തരും. എന്നാൽ ഒരു കാര്യം ചെയ്. ഞാൻ വാട്സാപ്പിൽ ഒരു ഗുളികയുടെ പേരിട്ടിട്ടുണ്ട്. അതൊന്ന് വാങ്ങിവേ. ഗുളി? നമുക്കേ അന്ന് ഉപകാരപ്പെടും, പ്രത്യേകിച്ച് ചേട്ടന്. ആണോ? എന്ത് ഗുളിയെ? അതൊക്കെ ഉണ്ട് ചേട്ടാ. ചേട്ടൻ വാങ്ങി വെക്കേ. തൽക്കാലം അത്ര അറിഞ്ഞാ മതി. ഞാൻ വെക്കുക. പണ്ടാരടങ്ങാനായിട്ട് അമ്മ ആരാങ്ങണ്ട സമയം. എന്ത് ഗുളിയായിരിക്കും അവൾ വാട്സപ്പ് ഇട്ടിരിക്കുന്നത്? വാട്സപ്പ് ഒന്ന് നോക്കിയേക്കാം. നമുക്ക് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞു. പണ്ടാരടങ്ങാൻ ഇത് ഇംഗ്ലീഷാണല്ലോ. ഇനിയിപ്പോൾ റപ്പായുടെ കടയിൽ പോകണമല്ലോ. റപ്പായെങ്കിൽ റപ്പായി ഒന്ന് പോയി നോക്കാം. കോളടിച്ചു. ഹലോ. ഹലോ, ഇത് ഞാനാ, ആശ. ഞാൻ പ്രതീക്ഷിച്ചു. ആണോ? പിന്നെ എങ്ങനെ പോന്നു കാര്യങ്ങൾ? എങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഇന്നലെ എന്താ ഉമ്മ തരാതെ പോയത്? ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. അത് അച്ഛൻ വന്നത് കൊണ്ടാ.
അയ്യോ അല്ല, ഇവിടെ പറഞ്ഞതാ. അതെ, അന്ന് അച്ഛൻ വന്നത് കൊണ്ടാ. നിന്റെ അച്ഛന് വരാൻ കണ്ട സമയം. സാരയില്ല ഏട്ടാ, ഒരു ദിവസം ഒരു അടിപൊളി ഉമ്മ തരാം. അടിപൊളി ഉമ്മയോ? ആരോടാണ് നീ ഇത്ര കൊഞ്ചണത്? ഒരു മിനിറ്റ്. ഹാസടുത്തിട്ട് വെയിൽ കൊണ്ടാ പോലെ എഴുന്നേക്കാത്തവനാണ് അവനെ പിന്നെ തന്നെ കൊഞ്ചണത്. ഒന്ന് പോന്നല്ലേ. എടാ നീ ഇങ്ങനെ വിളിച്ചോണ്ട് ഇരിക്കാതെ ആരാ എന്നിട്ട് വിളിച്ചിട്ട് വാടാ ഇങ്ങാട്ട്. അതാരാ? അതാരാ ചലവലാന്ന് അലക്കുന്നേ? അതെന്റെ തള്ളയാ. ഓ, പ്രശ്നമാകൂ? ഏയ്, എന്തു പ്രശ്നം? നേരത്തെ പറഞ്ഞത് എന്ത്? അടിപൊളി ഉമ്മയുടെ കാര്യം. തരാം. ചേട്ടനൊരു കാര്യം ചെയ്യണം. ചേട്ടന്റെ വാട്സാപ്പിൽ ഒരു സാധനത്തിന്റെ പേരിട്ടിട്ടുണ്ട്, അതൊന്ന് വാങ്ങി വെക്കണം. അത് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. ഞാൻ സമയം കിട്ടുമ്പോ വിളിക്കാം, അപ്പൊ അതുമായി വന്നാ മതി. എന്നാ ഞാൻ ഫോൺ വെക്കുവാണേ. പിന്നെ കാണാം. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. നേരം വേണം പള്ളിക്കുടത്തിൽ പോയിരുന്നെങ്കിൽ ഈ സായിപ്പിന്റെ ഭാഷയൊക്കെ ഈസിയായി പറയായിരുന്നു. മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുമെന്ന് പറഞ്ഞത് മരുന്നോ മറ്റോ ആണോ? ആ, അസുഖത്തിനുള്ള മരുന്നാണോ? ദൈവമേ, ഇനി നമുക്ക് വട്ടാണോ? ഏയ് അല്ല, ഇനി ആയുർവേദ മരുന്നായിരിക്കുമോ? കയ്യിലാണെങ്കിൽ 5 പൈസയും ഇല്ല. ആ, ഉള്ളതെടുക്കാം, ബാക്കിക്ക് കടം പറയാം. അതെ, റപ്പായില്ലേ? ഇല്ല, ഉണ്ണാൻ പോയി. ഹോ, ഭാഗ്യം. എന്താ വേണ്ടത്? അത് പിന്നെ എന്ത് ചെയ്ത് COUN എന്ത് വേണം? കുണ്ടൻ. കുണ്ടൻ? ഞാനോ? അയ്യോ, ചേട്ടനെയല്ല, ഇത് വായിച്ചതാ. ഓ, അത് ശരി. അതെ, ഇപ്പോഴത്തെ ഡോക്ടർമാർക്കൊന്നും വിദ്യാഭ്യാസം ഇല്ലെന്നേ. എല്ലാം വ്യാജന. താനാ ഫോൺ തന്നെ. വല്ലപ്പോഴും പള്ളിക്കൂടത്തിലേക്ക് ഒന്ന് പോണം. ജോലിയും പേരയില്ലാത്ത ആരെ ആടായി കറക്കിയത്? കറക്കിയെടുക്കുന്നതാണ് ചേട്ടാ ഏറ്റവും വലിയ ജോലി. അത് പിന്നെ ഒരെണ്ണം സെറ്റ് ആയിട്ടുണ്ട്. അതെ, എത്ര എണ്ണം വേണം? എത്ര എണ്ണം വേണം? 30 എണ്ണം പോരട്ടെ. ആള് കൊള്ളാമല്ലോ. ഇതെല്ലാം കൂടെ താങ്ങോടെ. ആട്ടെ, ഏത് ഫ്ലേവറാ വേണ്ടത്? അതൊക്കെ ചോദിച്ച എന്താ പറയുന്നത്? അതുപോലും അറിയാത്ത കൊച്ചു പയ്യൻ ഒരുപാടുണ്ട്. ഏത് വേണം? സ്ട്രോബെറി ഉണ്ട്, വാനിലയുണ്ട്, ലെമൺ ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്. ഇതിലേതാ വേണ്ടത്? അപ്പൊ ഇത് ഐസ്ക്രീം ആയിരുന്നു? അല്ല, ഷാർജ ഷേക്ക്. എങ്കിൽ നാരങ്ങ പിഴിഞ്ഞ് ഒരെണ്ണം ഇഞ്ഞെടുത്തോ. ഷാർജയിലായാലും നാരങ്ങ പിഴിയോടാ പൊട്ട. സ്ക്രബ് ഉണ്ട്, സ്ക്രബ് ഇല്ലാത്തതും, പിന്നെ ഗവൺമെന്റിനുണ്ട്. ഇതിലേതാ വേണ്ടത്? ഇൻഷുറൻസ് ഉണ്ടോ? ഇതൊക്കെ എന്തോന്ന് ചേട്ടാ? അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഇതൊക്കെ എന്തുവാ സാധനം? ഓ, ഇത്രയും നേരം ഞാൻ പൊട്ടനോടാണല്ലോ പറഞ്ഞത്. എടാ, ഈ കുന്തം കൊണ്ട് നടന്നാ പോരാ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഒന്നുമല്ലേ, ഗൂഗിളിനോടെങ്കിലും ഒന്ന് ചോദിക്കണം. ഞാൻ വഴക്കല്ലേ ചോദിക്കാറ്. പൂക്കട്ടെ കൊണ്ട് നടക്കുക. അതെ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരെ കണ്ടുപിടി. പഠിച്ചിട്ട് അവരെ വളരെ ഫാസ്റ്റാ. ഇതെന്താണെന്നൊന്ന് പറയാമോ ചേട്ടാ? മറ്റേത് ഏത്? മറ്റേ അറിയത്തില്ലയോ? നിങ്ങൾ കാര്യം തെളിച്ചു പറഞ്ഞ മനുഷ്യ. പൊട്ടാ, ആ ചെവി ഇങ്ങോട്ട് വന്നേ. എന്റെ ദൈവമേ, ഇതായിരുന്നു സാധനം. ഇന്ന് ഞാൻ പൊളിക്കും. വെടി കള്ളി. നിന്റെ ഒരു കാര്യം. സാധനം തീർന്നു പോയി. പിന്നെ ചോക്ലേറ്റും സ്ക്രബും ഒന്നും ഇല്ല. വലിച്ച് ഗവൺമെന്റ് സാധനമുണ്ട്, അത് വേണേ ഒന്ന് തരാം. ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം ഉള്ളത് ഇങ്ങതാ. പിടിച്ചോ. ആരും കാണാതെ കീശി കിട്ടു. ശരി. എത്രയായി? 30. പിന്നെ ഒരു കാര്യം, ഒരു കാരണവശാലും റപ്പ ഇത് അറിയരുത്. ഇനി എന്തറിയാനാ? അങ്ങനെ വീട്ടിൽ ഇരുന്ന് എല്ലാം കണ്ടോണ്ടിരിക്കുക. ചുറ്റിനും ക്യാമറയാ. അതെ, ഇത് സൂക്ഷിച്ചും കണ്ടൊക്കെ ഉപയോഗിക്കണം. എന്താ? പൊട്ടിപ്പോയാലേ നിന്റെ ഒക്കെ തിരിക്കും.
കേട്ടോ. ഏയ് അതൊന്നും ഇല്ല ചേട്ടാ. ഇല്ല ഇല്ല. ഏതാടാ ഈ തൃശ്ശൂർ പൂരം? തൃശ്ശൂർ പൂരം അല്ല, കമ്പോ അല്ല, വേറെ ലെവൽ. ഏതോ വാർക്കപ്പടിക്കാരിയെ കറക്കി എടുത്തിട്ടുണ്ടല്ലേ. വെച്ച് കള്ളൻ പോട്ടാ. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ആശേ ഒന്ന് മെസ്സേജ്. എടാ മോനെ, നിന്റെ കയ്യിൽ ശരീരവേദനയ്ക്കുള്ള ഗുളിക വല്ലതുണ്ടോ? ഭയങ്കര വേദന. അത്രയ്ക്ക് പണിയല്ലേ ഇവിടെ. അവിടെ ആത്തിരിപ്പുണ്ടച്ചാ, പോയെടുത്ത് കഴിക്കേ. ഒന്ന് എടുത്ത് താടാ മോനെ. എനിക്കെങ്ങും വയ്യ, ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കല്ലേ. അച്ഛൻ പോയെടുത്ത് കഴിക്കേ. പിന്നെ മലമറയ്ക്കുന്ന ജോലിയല്ലേ, ആവശ്യത്തിന് ഉപകരിക്കുകയല്ല. എന്ത് പറഞ്ഞു? ഒരു കഞ്ഞിയോ വെള്ളമോ വെച്ചു തരാൻ ആ അമ്മൂനെ കെട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞാൽ അതും കേൾക്കുകയല്ല. എന്റെ പട്ടി കേൾക്കും. പട്ടിക്കാണെങ്കിൽ അണസന്നെങ്കിലും ഉണ്ട്. വെറുതെ സമയം കളഞ്ഞതാ. കണ്ണും കാണുന്നില്ല. എൻ്റെ ഈശ്വര, അച്ഛൻ ഗുളിക വല്ല മാറി കഴിക്കൂ. വയാഗ്ര ഗുളി അവിടെ ഇരിപ്പുണ്ട്. ഇനി അതങ്ങാണം മാറി കഴിക്കൂ. എന്റെ ദൈവമേ, അത് കഴിക്കരുത്, കഴിക്കരുത്, കഴിക്കരുത്. കഴിച്ചോ? കഴിച്ചു. ഏത് ഗുളിയ അച്ഛൻ കഴിച്ചേ? ഈ ഗുളിയ മോനെ. ആശ്വാസം. ഈശ്വര, എന്താ മോനെ? ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല. അച്ഛന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാ കടന്നു കടന്നോ അച്ഛാ? അതെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം മോനെ. ശരീരവേദന ഗുളിക തന്നെ. അച്ഛൻ കിടന്നു, ധൈര്യമായിട്ട് കിടന്നു കേട്ടോ. അങ്ങനെയുള്ള വയാഗ്ര ഗുളിക പോയി കിട്ടി. എന്തായി തീരുമാനം. എന്റെ ഈശ്വര, ആശയ്ക്ക് കൊണ്ടുപോകാനുള്ള സാധനമാണല്ലോ അത്. തുടങ്ങി. അച്ഛൻ്റെ കാര്യം പോക്ക. ശാന്തി. ഇനി ശാന്തയ്ക്ക് ശിവരാത്രി തന്നെയാണേ. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ശാന്ത എവിടെയാണോ? ഒന്നുമില്ല. പിന്നെ മോൻ പോയി കിടന്നു. അച്ഛനിപ്പോ അച്ഛൻ എവിടെ പോവാ? അച്ഛനിപ്പോ വരാനേ. മോൻ പോയി കിടന്നോ, ഇപ്പൊ വരാനേ. വയാഗ്ര അച്ഛന് പണി കൊടുത്തല്ലോ. മോട്ടർ കേടായിട്ട് 3-4 ദിവസമായി. ശരിയാക്കാൻ വിളിച്ചവനാണ് കളക്ടറിന്റെ പവർ. വെള്ളം കോരി നടു ഒടിഞ്ഞേ. ദൈവമേ, പിടിച്ച കൂത്തായിക്കോട്ട് നിറ്റേക്കട കണ്ട മനുഷ്യനെ കൊല്ലാനായിട്ട്. കൊണ്ടോനൊടുങ്ങി. ഇതെന്ത് കുന്തമാണ്? ഇതെന്ത് സാധനമാണ്? ഇംഗ്ലീഷാണല്ല. പൊട്ടിച്ച് നോക്കാം എന്താണ് സാധനമാണ്. നല്ല മണമുണ്ടല്ലോ. ഇതെന്ത് കുന്തമാണ് ദൈവമേ? ഇത് കയ്യുറയടെന്ന് തോന്നുന്നു. കൈയിട്ട് നോക്കാം. കുറെ നാളായി ഞാൻ അവനോട് പറയണത് ഒരു കയ്യുറ മേടിച്ചു തരാൻ. സോപ്പ് വെള്ളം കയ്യിൽ വീണ് വീണ് ചൊറിച്ചിലും തുടങ്ങി. കണ്ട, കൈയെല്ലാം ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പൊട്ടി. ചിന്ന ചിന്ന ആശേ, ചിറകടിച്ച ആശേ, ഇന്ന് രാത്രി ആശേ, പൊരിക്കുമെടി ആശേ, വാങ്ങി വെച്ച സാധനം വീട്ടിലുണ്ടടി ആശേ. വാങ്ങിച്ചു വെച്ച സാധനം കട്ടിലാണോ അതോ മേശപ്പുറത്താണോ?
ദൈവമേ, അമ്മച്ചിയുടെ കയ്യിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ കഥ കഴിഞ്ഞത് തന്നെ. ഇവരിത് എന്തോന്ന് കുത്തിക്കയറ്റുന്നത്? തള്ളേ, ഇവരെ ഇന്ന് ഞാനും എന്റെ തള്ളേ, അത് കയ്യൊറയും കാലോറയും ഒന്നും അല്ല. പിന്നെ എന്താടാ ഇത്? കഴിഞ്ഞ ആഴ്ച ബിജുവിന്റെ അച്ഛനെ വലിവിന്റെ അസുഖമായിട്ട് ആശുപത്രി കൊണ്ടുപോയില്ലേ? അപ്പൊ ഡോക്ടർ എഴുതി കൊടുത്ത മരുന്നാണിത്. ഇതിൽ പിടിച്ച് വലിച്ചോണ്ടിരുന്ന വലിവ് കുറയുമെന്ന്. ഇപ്പൊ ഇത് മൊത്തം വലിച്ച് നാശമാക്കിയില്ലേ നിങ്ങൾ? ഇനി ഇപ്പൊ ബിജുവിന്റെ അച്ഛനോട് ഞാൻ എന്ത് സമാധാനം പറയും? അച്ചോ, എനിക്കറിയാമടാ, ഇത് കയ്യേറിയോടത്താ ഞാൻ എന്റെ കയ്യെ തള്ളിക്കയറ്റിയത്. നിങ്ങൾക്ക് അകത്ത് ചെയ്യാൻ പറ്റുന്ന എന്തുമാത്രം ജോലികൾ ഉണ്ടായിരുന്നു. ഈ കേറാത്ത സാധനത്തിനകത്ത് കൈ കുത്തിക്കേറ്റേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? പൂക്കകത്ത് അറിയാത്ത സാധനം കൊണ്ടൊന്ന് വേക്കാത്ത വെച്ചേക്കണം. മനുഷ്യന് ഉപയോഗിക്കേണ്ട സാധനം ഇനി ഇത് ആനയ്ക്ക് ഉപയോഗിക്കും. കുട്ടനിടണ്ട പാൻറ്റ കുട്ടൻപിള്ള ഇട്ട പോലെ ആയിപ്പോയി. എട്ടും പൊട്ടും തിരിയാത്ത പരട്ട തള്ള. ശോ, ഇനി ഞാൻ ആശയോട് എന്ത് മറുപടി പറയും? ഒരെണ്ണം കൂടി വാങ്ങണം. വീണ്ടും ആ റപ്പായിയുടെ മുഖം കാണേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. എന്തെങ്കിലും ചെയ്യണം. ശോ, എൻ്റെ ദൈവമേ. എന്തോ മോളെ? ഒന്നുമില്ലമ്മേ. നീ വയറ്റിന് പിടിക്കാത്ത എന്തെങ്കിലും കഴിച്ചോ? ഇല്ല. പിന്നെന്താ? ഒന്നുമില്ലമ്മേ. ആശുപത്രി പോണോ? അതൊന്നും വേണ്ട. ഇങ്ങനെ ഛർദ്ദൽ വെച്ചോണ്ടിരുന്നാൽ? വേണ്ടമ്മേ. പോടി, ഞാൻ അച്ഛനെ വിളിക്കാം. വേണ്ട വേണ്ട. അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ? പറ. ഞാൻ ഗർഭിണിയാണമ്മേ. എന്താടി നീ എന്തായി പറയുന്നേ? ആരാടി? ആരാന്ന് പറഞ്ഞു തൊലക്കടി. നിന്റെ ബോയ് ഫ്രണ്ട് ആരെങ്കിലും ആണോടി? അതൊന്നും അല്ല. പിന്നെ ആരാടി ഈ പോക്കൃത്തരം കാണിച്ചത്? അത് പിന്നെ ദൈവമേ, ആ തലത്ര ചുമരോ? ഞാനിത് അച്ഛനോട് പറഞ്ഞു കൊടുക്കും. കുടുംബത്തിന്റെ മാനം കളഞ്ഞു. അമ്മേ, ഒരു ചൂട് കേറി അടിച്ചു. അതെ, തടഞ്ഞു. മോള് ഗർഭിണിയാണെന്ന്. എന്താടി പറഞ്ഞു? മോള് പറഞ്ഞതാ. ഏതാടി? വീക്കുകളാണെന്ന്. ഇന്നവന്മാരെ ഞാൻ കാണിച്ചു കൊടുക്കും. ഒരാഴ്ചയായി അവള് വിളിച്ചിട്ട്. ഇനി വേറെന്തേലും കൊട്ടേഷൻ കാണുമോ? ഇല്ല. ഇനി യുവന്മാരെങ്ങാണോ ആയിരിക്കോ? അല്ല, വേറെന്തോ കാണും. ആശയുടെ മെസ്സേജ് വന്നിട്ട് 3-4 ദിവസം ആയല്ലേ. യവന്മാരെങ്ങാനും കയറി ഇനി എന്തെങ്കിലും പണി ഒപ്പിച്ചു. ഇന്നലെ രാത്രിയിൽ ഒരു മെസ്സേജ് വന്നില്ല. സാധനം വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞ ആശ പിന്നെ വിളിയില്ല, പറിച്ചില്ല. ഇനി ഇവന്മാരെങ്ങാനും കയറി കൊത്തിയതാണോ? അങ്ങനെ വരാൻ വഴിയില്ല. അവന്മാരെയൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാം. എന്റെ കൊച്ചിനോട് അവന്റെയൊക്കെ കളി. ഒരു മീനെ പോലും കാണുന്നില്ല. മീനൊക്കെ വെയിലത്ത് ചത്ത് കാണും. ചെവിക്കാത്ത കയറിയല്ല. പഴിപ്പിക്കാൻ ഇയാളുടെ മോളം തോന്നുന്നു പഴക്കൊലേ. സത്യം പറഞ്ഞാൽ നിനക്കൊക്കെ കൊള്ളാം. എന്താടവായി കാണിക്കുന്നത്? നോക്കി നിന്നിട്ട് കാര്യം. അജി ഓടിക്കോ. അയ്യോ അച്ഛാ, അച്ഛാ, അച്ഛാ.
വീട് ചത്തോ എന്തോ? അയ്യോ ദൈവമേ. അയ്യോ ആശാനം തൂറ്റി വേഗം വാ. ആശാനെ 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 വേഗം പിടിക്കേ. ഓ പോകുന്നില്ലല്ലോ. അവന്മാര് കണ്ടം വഴി ഓടുന്നത് ഞങ്ങൾ കണ്ടതാ. അല്ല എന്താ ആശാന്റെ പ്രശ്നം? എന്റെ മോളെ അയ്യോ അതിലെ ഒരു തെണ്ടിയാ പണി കാണിച്ചത്. ഏതോ ഒരു തെണ്ടിയല്ല, ആമാര് 3 തെണ്ടികൾ കൂടാ. അത് റപ്പായിക്ക് എങ്ങനെ അറിയാം? ആമാര് 3 പേരും കൂടെ അല്ലയോ എന്റെ കടയിൽ വന്ന് പല സാധനങ്ങൾ ഇതിനു വേണ്ടി വാങ്ങി കൂട്ടുന്നത്. പറഞ്ഞത് ഏറ്റോ എന്തോ. അയ്യോ തല്ലല്ലേ അമ്മേ. ഓ നീയായിരുന്നു. അയ്യോ 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 ഞാനൊന്നും ചെയ്തില്ലേ. എന്തോടാ പ്രശ്നം? നീ കേട്ടില്ലേ ആശാന് ഗർഭം? അത് ആശാനല്ലടാ, അയാളെ മോക്ക. ആശാനാണോ മോക്കാണോ എന്നറിയില്ല. ഗർഭം എന്ന് കേട്ടപ്പോഴേ ഞാൻ ഓടിത്തള്ളി. എനിക്കിനി വയ്യായേ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ഓടുന്നേ. മെഡിക്കൽ സ്റ്റോറിൽ കാശ് കൊടുത്തതും റീചാർജ് ചെയ്തതും എല്ലാം വെറുതെ ആയല്ലോ എൻ്റെ ഈശ്വര. അത് നീ വല്ലോ ആണോടാ? ആ ഇനി അതും എന്റെ തലയിൽ കൊണ്ടുപോയി. നാട്ടിൽ പട്ടി പറ്റാലും അത് ഞാനാ. എടാ നമ്മളെന്നല്ല, നമ്മളിൽ ആരോ ഒരാൾ എന്നാ പറഞ്ഞത്. അത് ശരിയാ. നമ്മൾ 3 പേരും പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. നമ്മളല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാള്. എന്തായാലും ആശ നല്ലൊരു പണിയാളിയാ തന്നത്. ഇന്നേതായാലും വീട്ടിലേക്കില്ല. അയാള് ചുരളിയാ. ചുരുളിയല്ലടാ കളരി. അയാൾ ചുരളിയും കളരിയും കൂടാ. കട്ടത്തെറിയും നാവിക്ക് തൊഴിയും. പേടിച്ചിട്ട് നിക്കറി വരെ മുള്ളിപ്പോയി. ആ തള്ള എറിഞ്ഞാലുള്ള കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് അറിയേണ്ട താമസം ആ പെണ്ണിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരും. പിന്നെ വല്ലവന്റെയും കൊച്ചിനെ ഞാൻ വളർത്തേണ്ട ഗതികേടാണല്ലോ എന്റെ ഈശ്വര. പഞ്ചായത്ത് മുഴുവൻ നാറിയം ചെയ്യും. ഓർത്തിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്റെ ദൈവമേ. കാത്തോണേ വന്നല്ല ട്രോഫിയുമായിട്ട്. അറിഞ്ഞെന്ന് തോന്നുന്നു. നിന്റെ തല ഇത്ര ബുദ്ധിയുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എടാ നീ ഒരു പെണ്ണിനെ അടിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിലേ ഒരു അന്തസ്സുണ്ടായാനടാ. നീ ഒരു പീഡന കേസിലെ പ്രതിയായി പോയല്ലാടാ നീ. പിന്നെ അമ്മേ, പിന്നെ നീ ആ ഗ്ലൗസ് വാങ്ങിക്കൊണ്ട് വന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്റെ തള്ളെ 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞു അത് ഗ്ലൗസ് അല്ല. ഗ്ലൗസ് അല്ലെന്നേ. ഞാൻ അങ്ങനെ ചാനലെ വിളിച്ച് ചോദിച്ച എല്ലാ കാര്യം മനസ്സിലാക്കി. അവനോടും പോയി പറഞ്ഞു. നിങ്ങൾ ഈ പഞ്ചായത്ത് മുഴുവൻ പറഞ്ഞ് നടന്ന് നാട്ടിൽ ചെന്നെ പണ്ടാരം അടങ്ങുവോ? കുരുപ്പ് തള്ളേ, നിങ്ങൾ എന്നെ കൊല്ല് കൊല്ല് കൊല്ല്. ഇറങ്ങി വാടാ, എടാ ഇറങ്ങി വാടാ. നിന്നോടാ ഞാൻ പറഞ്ഞ ഇറങ്ങി വരാൻ. ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ഒരുത്തം കേട്ടവനെ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട്. നിന്നോടാ ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് വരാൻ. എന്താ മനുഷ്യ? എടാ ഇറങ്ങി വരാൻ പറഞ്ഞാ ഇവിടെ വരാം. എന്താ മനുഷ്യ? പൂച്ചയാണെങ്കിൽ അതവിടെ ഇരിക്കട്ടെ. പൂച്ചയോ? എടി ഇത് പൂച്ചയൊന്നുമല്ല, വലിയ പുലിയാ. പുലിയോ? നിന്റെ മോനെ മോനെ കെടുത്തിരിക്കുക. അവൻ ട്രോഫിയുമായി വന്നിരിക്കുക. മോനെ ഇറങ്ങി വാടാ. മോനെ സൂക്ഷിച്ച് വീടല്ലേ. അയ്യേ സൂക്ഷിച്ച. എടി അവൻ ചീത്തപ്പേരുണ്ടാക്കി ട്രോഫിയുമായിട്ട് വന്നിരിക്കുക. താലപ്പൊലിയിൽ നിലവിളക്കും എടുത്ത് സ്വീകരിക്കടി. ഇങ്ങോട്ട് വേടാ. അച്ഛാ അടിക്കല്ലേ അച്ഛാ? ഇല്ലടാ, നിന്നെ ഞാൻ ഉമ്മ വെക്കാം. വേണം ഇങ്ങോട്ട്. അച്ഛാ വടി കളയച്ചാ, ഇല്ല ഞാൻ ഇപ്പൊ കെട്ടിച്ചാടും. ഒരു വടി കണ്ട പേടിക്കുന്ന നീയാണോ കിണറ്റി ചാടാൻ പോന്ന്? ധൈര്യം ഉണ്ടെങ്കിൽ ചാടാ. അച്ഛാ വടി കളയച്ചാ, ഞാനല്ല അവന്മാരാ. എടാ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. നീ ഇങ്ങോട്ട് വരുന്നോ ഞാൻ എറിഞ്ഞു വീഴ്ത്തണോ? എടാ പോവരുത്. നിങ്ങളൊന്നും ചുമ്മാതിരി മനുഷ്യ. നീ മിണ്ടരുത്. നീ ഒരുത്തിയ അവനെ നശിപ്പിക്കുന്നു. എന്റെ പെണ്ണുങ്ങൾക്ക് ഗർഭം ഉണ്ടാക്കിയപ്പം നിനക്ക് മതിയായല്ലോടി. ക്ഷീണം. ആരെയും കാണുന്നില്ലല്ലോ. അച്ഛൻ ഇതാരെ നോക്കുന്നേ? അല്ല, എന്റെ മരുമകൾ കൂടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയതാ. അച്ഛാ
എന്റെ അച്ഛ ഇന്നെങ്കിലും എന്നെ വെറുതെ വിട്. ഓ ക്ഷീണം കാണും, ആദ്യമായി പണിയെടുത്തതല്ലേ. അച്ഛനെങ്കിലും ഒന്ന് വിശ്വസിക്ക്. ഞാനല്ല, എനിക്കിതിലൊരു പങ്കുമില്ല. എന്റെ ഗർഭം ഇങ്ങനെ അല്ല അച്ഛാ. അത് പിന്നെ എനിക്കറിയില്ലേ, എന്റെ മോനെ കൊണ്ട് അതിനൊന്നും കൊള്ളുകയില്ല. എന്റെ അച്ഛാ, കൈ കിട്ടിയാ ഞാൻ എന്താ എടാ, ഇത് സ്പ്രൈറ്റ് അല്ല സ്പിരിറ്റാ, കുറച്ചേ കഴിക്കാവൂ. മതി 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 മതി. എന്തിനാടാ അവള് നമ്മുടെ പേര് പറഞ്ഞത്? ശരിയാ, എപ്പോഴും നമ്മൾ 3 പേരും ഒരുമിച്ചുണ്ടായിരുന്നു. എന്നിട്ടും അയ്യോ, ഇച്ചിരി പച്ചല പറിച്ചു തിന്നാം. ഡാജി, ഒരു പെണ്ണല്ലടാ പലത്തെ നിൽക്കുന്നേ. ആരടാ? നോക്കിയേ. ആണല്ലോ. എടാ, ഇത് ചാടാനുള്ള പരിപാടിയാ കേട്ടോ. എടാ, എങ്ങാനും അവള് ചാടിപ്പോയാ നമ്മള് 3 പേര് കുടുങ്ങും. ചാടാൻ പോന്നു. പിടിച്ച കാരണം ഓടാനും പറ്റുന്നില്ല. ഓടിപ്പോ. പിടിച്ച മാറ്റങ്ങോട്ട്. ആശയം, നീ എന്തിനാടി ചാടാൻ നോക്കിയേ? ചാകാൻ. എന്തിനാടി? ഉറക്കമില്ലയോ? ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല. നമുക്ക് കടവിലോട്ട് പോവാം. നടക്ക്, പെട്ടെന്ന് പോ. ആരും കണ്ടില്ലെന്ന്. നീ എന്തിനാടി ചാടാൻ നോക്കിയത്? അത് പിന്നെ കാര്യം പറയടി. അവിടെ ഒരു ജീൻസ് പാന്റും സ്വർണ്ണ ചെയിനും മാട്ട കമ്മലും ഒരൊറ്റ ഒരെണ്ണം വെച്ച് തന്നോണ്ടല്ലോ. ഇതൊക്കെ ആര് പറഞ്ഞാടി? സത്യം പറയടി. ഞാൻ പറയാം. പഠിത്തം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന സമയത്താണ് അമ്മു ചേച്ചി എന്നെ കാണാൻ വരുന്നത്. ചേച്ചിക്ക് എന്നെയും കൊണ്ടൊരു ആവശ്യമുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, അമ്മു ചേച്ചിയുടെയും അജിയേട്ടൻ്റെയും കാര്യമായിരുന്നു. ചേട്ടനാണെങ്കിൽ സുന്ദരിയായ പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ നടക്കുകയാണെന്നും അതിന് കൂട്ടു നിൽക്കുന്ന ചേട്ടൻ്റെ കൂട്ടുകാരാണെന്നും അവർക്കൊരു പണി കൊടുക്കണമെന്നും ചേച്ചി എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങളെ സൈറ്റടിച്ച് കാണിച്ചതും ഫോൺ വിളിച്ചതും സാധനം വാങ്ങി വെക്കാൻ പറഞ്ഞതും. ഇതെല്ലാം ചേച്ചിയുടെ പ്ലാനായിരുന്നു. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടും ചേച്ചി എന്നെ നിർബന്ധിച്ചു. അമ്മു ചേച്ചിയും അജിച്ചേട്ടനും ഒന്നാകട്ടെ എന്ന് കരുതിയിട്ടാ ഞാനിതിനെ കൂട്ടുനിന്നത്. അല്ലാതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു. സോറി. ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ്. കണ്ണനോ? അതാരി? എടാ എടാ പൊട്ടാൻ നിന്നെ തന്നെ. ഓ, നീ കാരണമാ ഞങ്ങളും കൂടെ കുടുങ്ങിയത്. എടി അമ്മോ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നല്ലൊരു പണി. അളിയാ സോറി. അവൾക്ക് വേണ്ടി ഞാൻ മാപ്പ് പറയാ അളിയാ. എന്നാൽ ഇതൊരുമാതിരി ചെയ്ത്തായി പോയി. പിടയ്ക്കുന്ന മത്തി മുന്നിലിരുന്നിട്ട് തിന്നാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. എന്നാലും നിന്റെ വയറ്റി കിടക്കുന്ന കുഞ്ഞിന്റെ തന്ത ആരാ? അത് തന്നെയാ എന്റെയും ചോദ്യം. അതും അല്ലോ നാടകമാണോ തമ്പുരാട്ടി? അല്ല. പിന്നെ ആര്? പറയാം. എന്നാ പിന്നെ സമയം കളയുന്നില്ല, കാര്യത്തിലേക്ക് അങ്ങോട്ട് കിടക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ചെറുക്കൻ. എന്താ പേര്? VK പ്രകാശ്. അറിയാവുന്നവരെന്നെ VK എന്ന് വിളിക്കും. ഏത് കമ്പനിയിലാ? ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അല്ല, ബന്ധുക്കളും സ്വന്തക്കാരും ഒന്നുമില്ലേ? അവരൊക്കെ പുറത്താണ്, പിന്നെ തിരക്കിലുമാണ്. എന്നാ പിന്നെ നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. 1-2 വേറെ പോകാനുള്ളതാ. മാമ എനിക്ക് തരുമോ ഈ ഗ്ലാസ്? ഇടയിറക്കാം. എവിടെയെങ്കിലും പോയി അടങ്ങി ഒതുങ്ങിയിരിക്കുക. അത് കുഴപ്പമില്ല, അവൻ കുട്ടിയല്ലേ. നീ വെച്ചോടാ മോനെ. താങ്ക് യു. ഇതെന്റെ അച്ഛൻ, ആശയുടെ മുത്തച്ഛൻ. വലിയ തറവാട്ടുകാരാ ഞങ്ങള്. ഈ നിൽക്കുന്നത് എന്റെ ഭാര്യ, ആശയുടെ അമ്മ. അവളെ വിളിക്ക്. മോളെ ആശേ, മോളെ ഇങ്ങ് വാ. BA കാരിയാണെങ്കിലും ഭയങ്കര നാണക്കാരിയാ. മോളാണ്ട് പറയല്ല, ഇടുക്കിയാ. പോലത്തെ പെണ്ണ് കോളടിച്ച് കുടിക്കുമോനെ. കുടിക്ക. ഹലോ. അതെ, എന്നെ ഇഷ്ടമായോ? എവിടെയാ പഠിച്ചത്? ബാംഗ്ലൂര്. ബാംഗ്ലൂരിൽ എവിടെ?
രാജാജി നഗറില് ഈസ്റ്റ് വെസ്റ്റ് കോളേജില്. ഓ, രാജാജി നഗറിലായിരുന്നു? അതെ. ഞാൻ എപ്പോഴും വരാറുണ്ട്. എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമായിരുന്നു. അതിന് നമ്മൾ ഇപ്പോഴല്ലേ കണ്ടുമുട്ടിയത്? ഓ, അത് ശരി ശരി ശരി. സോറി. എന്റെ പേര് VK പ്രകാശ്. അറിയാവുന്നവരെന്നെ VK എന്ന് വിളിക്കും. പിന്നെ തുറന്നു പറയാലോ, ഞാൻ അല്പം മദ്യപിക്കുന്ന കൂട്ടത്തില. അത് കുഴപ്പമില്ല. എന്റെ ചേച്ചി അല്പം പൂശു. മദ്യമോ? അല്ല, ഒന്ന് പോടാ. സത്യമാണോ? അല്ല, മേക്കപ്പ് പൂശുന്ന കാര്യം അവൻ പറഞ്ഞത്. അതൊന്നും അല്ല. പോടാ അപ്പുറത്ത്. നീ പോടി. അതെന്തായാലും കുഴപ്പമില്ല. സ്ത്രീകളായാൽ അല്പസ്വല്പം അടിക്കണം. അതാ എനിക്കിഷ്ടം. എന്നാ ആ ഇഷ്ടം നടക്കട്ടെ. മാറിയില്ലെങ്കിലും താരകം നിന്നിലായി അലിയുകയാണിനി. ആത്മാവിലല്ലെനിക്ക് ഓർമ്മകൾ എങ്കിലും സഖി, എങ്കിലും സഖി നീ തന്നെ, നീ തന്നെ, നീ എൻ്റെ സ്വന്തം നീലനിലാവേ. നീ നിന്നിലെ ഈരന്നിലാവാ മാറിയില്ലെങ്കിൽ ഇടവഴിയിൽ ഞാൻ പരതുകയാണ്. കരിനീലമിഴലുകളോ ഇടവഴിയിൽ ഞാൻ പരതുകയാണ്. കരിനീലമിഴലുകളും നീ ഒരു രാഗമായി നെഞ്ചിൽ തീരും തേൻമഴയാകുന്നു. നെഞ്ചൊരു ചിരിയുള്ളിൽ നിൻ കവിളിണയോരഴകിൽ, നെഞ്ചൊരു ചിരിയെന്നുള്ളിൽ നിൻ കവിളിണയോരഴകിൽ ഞാൻ പതിയെ നിഴലായിടും.
അപ്പൊ ആ തെണ്ടി കാരണം ഇത്രയും പ്രശ്നം ഉണ്ടായത്. നമുക്കൊന്ന് പ്ലാൻ ചെയ്യണം. വാ, എണീറ്റ് വാ, അവനെ ഇന്നത്തോടെ ശരിയാണ്. അച്ചായ, ഇതെൻ്റെ അളിയൻ ജർമ്മനിയിൽ നിന്ന് കൊടുത്തു വിട്ടതാ. ഞാനിത് മാറ്റി വെച്ചിരുന്നതാ. പിന്നെ എൻ്റെ ഒരു സന്തോഷത്തിനും അച്ചായനും വേണ്ടിയാ ഞാനിത് പൊട്ടിച്ചത്. എന്ത് സന്തോഷമാണോ നിനക്ക്? അതൊക്കെ ഉണ്ട് അച്ചായ. ഒരു കോൾ ഒത്തു വന്നിട്ടുണ്ട്. കോളോ? എന്ത് കോള്? മഴക്കോളോ? ഛേ, മഴക്കോളൊന്നും അല്ല. അച്ചാ അടിച്ചേ. Cheers. ആ കോളിന്റെ കാര്യം പറഞ്ഞില്ല. ഏത് കോള്? എനിക്കൊരു കോളൊന്നും വന്നിട്ടില്ല. ആ കോളല്ല, ഒരു വൻ കോളിന്റെ കാര്യം. അതൊരു ഒന്നൊന്നര കാര്യമാച്ചായ. എൻ്റെ ഭാവി കാര്യം. അമേരിക്കയിലുള്ള അമ്മാവൻ്റെ മകളുമായിട്ട് എൻ്റെ വിവാഹം നിശ്ചയിച്ചു. നീ രക്ഷപ്പെട്ടല്ലോ നാളിയാ. അമേരിക്കയിലുള്ള അമ്മാവന്റെ സ്വത്തിന്റെ ഏക അവകാശം നീ ആയല്ലോ. നിന്നെ ഞാൻ സമ്മതിച്ചു. അതാണ് ഞാൻ. ഇതൊന്ന് സെറ്റാക്കാൻ ഞാൻ വെട്ട പാട് എനിക്ക് മാത്രമേ അറിയൂ. ബാക്കിയൊക്കെ പറയാ ചായ. അച്ഛാ ഇങ്ങോട്ട് അടിക്ക്. ആ തെണ്ടി കാരണോ ഞങ്ങൾ ഇത്രയും നാറിയത്. എന്നിട്ടിപ്പോ എവിടെ ഉണ്ട് ആ മാന്യൻ? ഇപ്പൊ ആളിനെ കാണുന്നുമില്ല, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എങ്ങനെയുണ്ട്? അപ്പൊ ചത്ത് കാണും. എനിക്ക് ഇനി ജീവിക്കണ്ട. കഴിഞ്ഞിട്ടെന്ത് കാര്യം? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അവനെ പിടിക്കാനുള്ള വഴിയാ നമ്മൾ നോക്കേണ്ടത്. എന്നിട്ടിപ്പൊ ജീവിക്കണ്ട. നീ വലിയ പരിഷ്കാരിയും മോഡേണും ഒക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ എന്തു പറ്റി? നീ ഇപ്പൊ എന്ത് ചെയ്യും? എനിക്ക് ഇനി ജീവിക്കണ്ട. എന്തായാലും നീ ഒന്ന് സമാധാനിക്കും. ഞങ്ങൾ എന്തായാലും നാറി. അവനെ ഞങ്ങൾ കണ്ടെത്തി തരാം. അവന്റെ നമ്പർ ഇങ്ങോട്ട് താ. 9746008205. നമ്പറൊക്കെ കാണാപ്പാടാണല്ലേ. നീ മിണ്ടായിരിക്കും. നിന്റെ മറ്റവൾ ചെയ്ത് കൂട്ടിയല്ലേ ഇതിനൊക്കെ കാരണം. നമ്പർ നിലവിലില്ലെന്നാ പറയുന്നത്. നീ ഒന്ന് കരയാതിരിക്കും. ഇനി എന്ത് ചെയ്യും? അവനെ കിട്ടാൻ വേറെ ആരുടെയെങ്കിലും നമ്പർ ഉണ്ടോ? നമ്പറില്ല. കൂടെ വന്നതൊരു ശ്യാം എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. തടിച്ചിട്ട് ഉയരം കുറഞ്ഞ് കറുത്തിട്ട ഒരാളാണോ? അത് തന്നെ. ആ എടാ, ഇവനെ എനിക്കറിയാം. പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുക്കുന്നതാണ് ഇവന്റെ പരിപാടി. കാശിന് വേണ്ടി എന്ത് ചെറ്റവും ചെയ്യും. പന്നത്തെണ്ടി ചെറ്റ. ഇവന്റെ പേര് ബ്രോക്കർ ശ്യാം. ഇവന്റെ കയ്യിൽ നിന്ന് പണ്ട് എനിക്കും ഇതുപോലൊരു പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇവനെ ഇത്ര പരിചയം. എന്നാലും എന്റെ കൊച്ചേ, നിന്റെ തന്തയ്ക്ക് ഈ ബ്രോക്കറിനെ മാത്രമേ കിട്ടിയുള്ളൂ. അതെന്താ? എന്ത് പറയാൻ, അവൻ ഫുൾ സെറ്റപ്പിനെയാണ് ഒപ്പിച്ചു കൊടുക്കുന്നത്. ഞാനെന്താ സെറ്റപ്പാണോ? തീർച്ചയായും. അടിയാ, നമുക്ക് മെമ്പർ കോശാനോടൊന്ന് ആലോചിച്ച് നമുക്കെല്ലാവർക്കും കൂടി ഒരു കളി കളിച്ചാലും. അപ്പൊ ശരി, ഇവളെ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ആശാനെ കണ്ട് കാര്യങ്ങളെല്ലാം ധരിപ്പിക്കാം. ഓക്കെ, എന്നാ പോ. ആശയം തന്നു, ആശയം പോയി. അവിടെ നോക്കിയടി. അവളെവിടെ എങ്ങും കാണുന്നില്ല ചേട്ടാ. ഇനി നമ്മൾ എന്ത് ചെയ്യും? പാതിരാത്രിക്ക് പിന്നെ അവൾ എവിടെ ഇറങ്ങി പോയതാ? അമ്മാരുടെ ഇറങ്ങി പോയതാന്നോടി. എന്റെ ഈശ്വര. അച്ഛൻ വിഷമിക്കണ്ട. ചേച്ചി വീക്കിലൂടെയാണ് പോയി കാണും. നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെടാ. പഞ്ചപാണ്ഡവർക്ക് പാഞ്ചാലി എന്ന പോലെ ഇനി 3 പേർക്കും ഒന്നാകുമോ എന്റെ ഈശ്വര? അച്ഛാ, ഇനിയിപ്പൊ മുഞ്ചപാണ്ഡവരാകുമല്ലോ. എന്റെ ദൈവമേ. അച്ഛനൊന്നും മിണ്ടായിരിക്കാമോ? അച്ഛാ, ഒരു മിനിറ്റ്. ഹലോ ഹലോ. അളിയ, ഒരു സെറ്റപ്പ് ഉണ്ട്. ഞാൻ നിർത്തിച്ചാമേ. ആ കിളിന്ത് പെണ്ണാ. ആണോ? എന്നാ ഒരു കൈ നോക്കിക്കളയാം. കല്യാണത്തിന് മുമ്പ് റിഹേഴ്സലും ആവുമല്ലോ. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ അളിയൻ ടൗണിലോട്ട് വാ, നമുക്ക് ഒരുമിച്ച് പോകാം. നാളെ കാണാം. ഓക്കെ, ഞാൻ റെഡി. എന്താ നാടാ ഇത്? ഇതേതാടാ അടുത്ത കോള്? ഇത് സ്ഥിരം കോളച്ചായ. ഓ, നിന്റെ ഒരു ഭാഗ്യം.
എന്റെ മോളെ എവിടെയായിരുന്നു നീ? അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എന്നാലും എന്റെ പൊന്നുമക്കളെ ഈ തലതിരിച്ച ഇവരോടൊപ്പം നീ വാ മോളെ. ദേ ആശാനെ, ഞങ്ങള് കല്യാണം കഴിഞ്ഞ് വന്നതല്ല. പിന്നെ ആശ ഞങ്ങളോട് പൊറുക്കണം. ഇവളുടെ പുറകെ നടന്നു എന്നുള്ള സത്യം. പക്ഷെ ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കല്ല. പിന്നെ എല്ലാം പറയാം ആശാനെ. ചതിച്ചല്ല എന്റെ കളരി ദൈവങ്ങളെ. അവര് വന്നെന്ന് തോന്നുന്നു. വാ കേറി വാ. അതോട് സെറ്റപ്പാണല്ലോ. ഞങ്ങൾ താമസിച്ചൊന്നുമില്ലല്ലോ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? അയ്യോ ഓ ഇല്ലല്ലോ, ചോദിച്ചും പറഞ്ഞു ഒക്കെ വന്നല്ലേ. ഇരുന്നാട്ടെ. നമസ്കാരം. എടി എന്നാ അവളെ നീ വിളിക്ക്. സമയം കളയാതെ പരിപാടി അങ്ങ് നിർവഹിക്കാം. ഇവർക്ക് പോകാൻ ധൃതി കാണും. ഏയ് അങ്ങനെയൊന്നുമില്ല. എന്നാ ഞങ്ങൾക്ക് ധൃതിയുണ്ട്. ഇവരൊക്കെ ആരാ? ഇവരൊക്കെ പെണ്ണിന്റെ ആങ്ങളമാരാ. മോളെ ശ്യാമേ, വല്ലാത്ത ചെയ്ത്തായി പോയി. ശ്യാമേ, ചീറ്റുകളാ. ബ്രോക്കർ ശ്യാമേ, നീ ആള് കൊള്ളാം. നീ സെറ്റപ്പ് ഉണ്ടാക്കി ചെന്ന് കയറിയത് ഈ പാവം പിടിച്ച ആശാന്റെ നെഞ്ചത്ത്. അത് ഈ പെട്ടുപോയത് ഞങ്ങളുടെ ഈ പെങ്ങള് വെച്ചു. ഗിരീഷ്, അപ്പൊ നിനക്ക് ആളിനെ മനസ്സിലായി ഇല്ലടാ പന്നി. ഇനി മേലാൽ ഇമ്മാതിരി ചെറ്റ പരിപാടി കൊണ്ട് ഈ പഞ്ചായത്തിൽ നിന്നെ കണ്ടാ തീർത്തു കളയും കേട്ടാ. താടി വെച്ച ബ്രോക്കർ പന്നി. ഇനി നിനക്കുള്ളത് ക്ലൈമാക്സ്. പാട്ടി മെമ്പർ പറഞ്ഞോണ്ട് തർക്കാലം വിട്ടിരിക്കും. എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ പാവമോ? പാവമോ? നീയോ? എത്ര പെണ്ണുങ്ങളെ ജീവിതമാണ് നടത്തുള്ളത്? അത് പിന്നെ ഇതിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു. ഇത് ഇതിന്റെ സ്ഥിരം ഏർപ്പാടാ. പെണ്ണ് കാണാൻ പോവാ, അവരുടെ നമ്പർ വാങ്ങുക, എന്നിട്ട് അവരുമായി അടുപ്പത്തിലാവുക, അവസാനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരെ ഒഴിവാക്കുക. എല്ലാം അവള് പറഞ്ഞിട്ടുണ്ട്. സത്യം പറയടാ, ഇനി ആരൊക്കെ ചതിക്കാനുണ്ടാ? ഇല്ല ഏട്ടാ, നിർത്തി. എടാ തെണ്ടി, ഇനി മേലാളി പണിയോട്ട് നടന്ന നിന്റെ പറങ്കിമണി കാണില്ല കേട്ടോ. മര്യാദയ്ക്ക് ഇവിടെ കെട്ടി പൊന്നുമണി നോക്കണം. അതിനെന്തെങ്കിലും വീഴ്ച പറ്റിയ പിന്നെ ഈ സാധനം പ്രവർത്തിക്കത്തില്ല കേട്ടോ. പറഞ്ഞേ, ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. ഇതോടെ നിർത്തി അച്ഛാ.
ഇനി മേലാൽ കൂട്ടി കൊടുത്തേക്കല്ലേ, കേട്ടോടാ നാറി. ആശ എന്നോട് ക്ഷമിക്കണം പ്ലീസ്. ഒരു പെണ്ണിന്റെ മാനം കെടുത്തിയിട്ട് ഒളിച്ചോടി പോകുന്നതല്ല ആണത്തം, മറിച്ച് ആ പെണ്ണിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ താനാണെന്ന് സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയുമ്പോഴാണ് അവൻ ആണാകുന്നത്. ഛേ, നിന്നെ പോലെ ഒരാണ്. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്ത്, എന്റെ കുടുംബത്തെ ഓർത്ത്, പിന്നെ ഇവരെ ഓർത്ത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ലാസ്റ്റേ നീ ചെയ്ത ചെറ്റത്തരത്തിന് ഞങ്ങളാ നാറിയത്. ഡാ, ഇത് ഞങ്ങളുടെ ഒരു നാടകമായിരുന്നു, ഞങ്ങളുടെ ഒരു മാസ്റ്റർ പ്ലാൻ. നിന്നെ പോലെ തന്തയ്ക്ക് പറക്കാത്തൊന്നും ചെയ്തിട്ടില്ലടാ. അതാ ഞങ്ങൾ ഇങ്ങനെ ഒരു കളി കളിച്ചത്. ഇവരില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം താറുമാറായേനെ. എന്നെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് രക്ഷിച്ചവരാ ഇവര്. എടാ തെണ്ടി, ഞങ്ങളും നിന്നെ പോലുള്ള ചെറ്റത്തരം കാണിച്ചിട്ടുണ്ട്, പക്ഷെ തന്തയ്ക്ക് പറക്കാത്ത സ്വഭാവം ഒന്നും ഞങ്ങൾ കാണിച്ചിട്ടില്ല കേട്ടാ പോട്ടി. അപ്പോ കാര്യങ്ങളൊക്കെ ശുഭമായല്ലോ. പിന്നൊരു കാര്യം, നിന്നെ പോലുള്ളവനൊക്കെ അകത്താക്കുക ചെയ്യേണ്ടത്. പക്ഷെ ഞങ്ങൾ ഇപ്പൊ അത് ചെയ്യില്ല. ഈ കുട്ടിയെ കെട്ടി മര്യാദക്ക് ജീവിച്ചോണം, മനസ്സിലായോടാ? ഇമ്മാതിരി പണി കാണിച്ചേക്കരുത്. ഇതിന്റെ പേര് ഇനി ഒരു പ്രശ്നം ഉണ്ടാകരുത്. അങ്ങനെയാണെങ്കിൽ എന്റെ പോക്കർ ഫീസ് കയ്യോടെ പിടിച്ചോളാം. ഭഗവാനെ, ഈ കല്യാണമെങ്കിലും മുടങ്ങാതെ നടത്തി തരണേ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവണേ. ഈശ്വര കടാക്ഷിക്കണേ. ഭഗവാനെ, സമസ്ത അപരാധവും പൊറുക്കണേ. ഭഗവാനെ കാത്തോളണേ. പറ മെമ്പറെ, പോയ കാര്യം എന്തായി? ആ മെമ്പറെ, എന്തായി? സെറ്റായോ? ഇല്ല, അതും ചീറ്റി. ഷോ, ഇപ്രാവശ്യവും വയറും നിറയായിരിക്കും. അതല്ല, നിങ്ങൾ ആശയെ ചുറ്റിപ്പറ്റി നടന്നില്ലേ, അതാ കാര്യം. അവരതങ്ങനെ അറിഞ്ഞു? അത് പിന്നെ ആ ചായക്കടക്കാരൻ കുട്ടപ്പനില്ലേ, ആ വിവരദോഷി, അവനാ പറഞ്ഞു കൊടുത്ത. കുട്ടപ്പനും? ആ, നിന്റെ മിക്ക കല്യാണാലോചനകളും അവനാ മുടക്കിയത്. നമ്മുടെ കുട്ടപ്പനോ? കുട്ടപ്പനല്ലേ? കുട്ടപ്പന. മെമ്പർ വെച്ചോ, ഞാൻ വിളിക്കാം. വെച്ചോ. കല്യാണം മുടക്കിയിട്ട് ഉടുപ്പില്ലാതെ പല്ലും തെറിച്ചോണ്ട് വരണ പാട്ടി. അല്ല, ഇതാര്? വികെയോ? ഗിരീഷോ? ഇന്നും പണിക്കൊന്നും പോയില്ലായിരിക്കും. വികെ അടിച്ച് നടക്കുക അല്ലയോ? പണിയില്ല, ഇന്നൊരുത്തിന് പണി കൊടുക്കാനുണ്ട്. വാ, മുടിയൊക്കെ നിറച്ചു പോയല്ലോ. രാവിലെ വല്ലതും കഴിച്ചായിരുന്നു? കഴിച്ചു. നന്നായി, ഇങ്ങോട്ട് തന്നെ. കൊടുക്കാനുള്ളത് ആർക്കാണേലും അപ്പ കൊടുക്കണം. അതാ എന്റെ ഒരു ശീലം. പിന്നെ എന്തിനാണ് നീ എന്നെ അടിച്ചത്? ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇരിക്കട്ടെ. എടാ, 1 2 അല്ല 15 കല്യാണമാ നീ എന്റെ മുടക്കിയത്. ഇനി ആരുടെയെങ്കിലും കല്യാണം നീ മുടക്കി എന്ന് ഞാൻ അറിഞ്ഞ കുട്ടപ്പാ പന്നി കട്ടപ്പുറത്താക്കി കളയും നിന്നെ. നത്തിനുണ്ടായവനെ. ഭഗവാനെ, സമസ്താപരാധങ്ങളെ തീർക്കണേ. എവിടെയവൻ? ഓടുന്നോ? പട്ടിയോടെ എന്തൊക്കെ ആശയായിരുന്നു ആശയെ നീ തന്നത്. എല്ലാം പോയി. ഇനി ആരുടെ കൂടെ പോകും? പുതിയ വല്ലതും വരുന്നോന്ന് നോക്കാം. എന്നാലും ആശയെ ഒന്നും വേണ്ടായിരുന്നു. തേടിയ വള്ളി കാലേ ചുറ്റി. അതാ ആള്. എടാ ബിജു, നിന്നെ അന്വേഷിച്ച് എവിടെല്ലാം നടന്നു? എന്താ പറ? ഇതാരാണെന്ന് അറിയാവോ? ഇത് നമ്മള് പെണ്ണ് കാണാൻ പോയ വീട്ടിലെ ആളല്ലയോ? ആ ബിജു, സത്യം പറയാമല്ലോ, അന്ന് നിങ്ങൾ വീട്ടിൽ വന്ന് പോയതിനു ശേഷം പല ആലോചനകളും അവർക്ക് വന്നു. എന്നിട്ടും ഒന്നും അങ്ങോട്ട് ശരിയായില്ല. അവസാനം അവളൊരു തീരുമാനത്തിലെത്തി. അന്ന് ഗിരീഷിന്റെ കൂടെ വന്നു പോയ ബിജുവിനാണ് അവൾക്ക് ഇഷ്ടം. അതാണ് പറഞ്ഞത് നേരാണോ? നീ കേറ് മെമ്പറെ, പണി തരാനാണോ? ഏയ് അല്ലല്ല, ബിജു ധൈര്യമായിട്ട് കയറ്. ഞാനല്ലേ പറയുന്നേ. വാ എന്നാ പോയേക്കാം. ചെരുപ്പൊക്കെ ഇനി വണ്ടിക്കകത്ത് കയറി. എണ്ണക്കല്ലിന് എന്നെ ഇഷ്ടപ്പെട്ടു. മെമ്പറെ, ക്ഷീണമൊക്കെ എങ്ങനെയാ? വീട് മൊത്തം എനിക്കുള്ള ഇല്ലയോ? അതൊക്കെ നിങ്ങൾ അമ്മായി പിന്നെ മരുമോനും കൂടെ തീരുമാനിക്കും.
എന്തൊരു ഓട്ടം അവനോടിയ കിട്ടി ഒന്നുകൂടെ പൊട്ടിക്കായിരുന്നു. അയ്യോ ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഈശ്വര പിടിച്ച് ഒന്ന് നിന്നെ. എന്താ ഒരു വഴി? വെള്ളത്തിൽ ചാടിയാലോ? അല്ല വേണ്ട. എന്താ പെങ്ങളെ? ഗിരീഷേട്ടൻ പോവാണോ എന്ന് ചോദിച്ചാ അല്ല, ഓടിയാൽ ഇവൾ എറിഞ്ഞിടും. അയ്യോ, വെള്ളത്തിൽ ചാടിയാ മുക്കിക്കൊല്ലും. രണ്ടായാലും മരണം ഉറപ്പാ. വേണ്ട, ഇവിടെ തന്നെ നിൽക്കാം. അതാ ബുദ്ധി. എനിക്ക് ഭ്രാന്തില്ല ഗിരീഷേട്ടാ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. എല്ലാ ഭ്രാന്തന്മാരും ഇത് തന്നെയാ പറയുന്നത്. എന്നെ ഒന്നും ചെയ്യരുത്. എനിക്ക് ഭ്രാന്തില്ല. ഒരു കാര്യം പറയാനാ. എന്തിനാ? മുളക് പൊടി ഇടാനല്ലേ? അന്ന് അങ്ങനെ ചെയ്തത് അമ്മ പറഞ്ഞിട്ടാ. അമ്മ പറഞ്ഞിട്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അജിയോടുള്ള ദേഷ്യത്തിനാ അമ്മ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. എടാ അജി, എനിക്ക് ഗിരീഷേട്ടനെ ഇഷ്ടാ. സത്യം? അപ്പൊ നിനക്ക് ഭ്രാന്തില്ലല്ലേ? എടി അമ്മൂ, നീ കാരണം എന്റെ ആസനമാ പോയത്. ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് നിർത്താനാടി ഞാൻ ആഗ്രഹിച്ചത്. ഇനി ഗിരീഷിന്റെ ജീവിതത്തിൽ എന്റെ സ്മിതക്കുട്ടി മാത്രമേ ഉള്ളൂ. ഈ ഒഴുകുന്ന പുഴയിലാടി നമ്മുടെ ആദ്യത്തെ മണിയറ ചക്കര. വണ്ടി ഒന്ന് ചവിട്ടിക്ക്. ഞാൻ അമ്പലത്തിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഒരു നല്ല കാര്യത്തിന് പോയില്ലേ? അത് ശരി, അത് നല്ല കാര്യം. ഈശ്വരാ, എൻ്റെ ദൈവമേ, ഒരുപാട് പുണ്യം കിട്ടും സുന്ദരിയായ ഒരു പെണ്ണിനെ എനിക്ക് തന്നതിന്. ദൈവമേ, ഈ നടക്കാൻ പോകുന്ന കാര്യം ആരും അറിയില്ലേ. എല്ലാം നടന്നു കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു നല്ല ശ്രീധരൻ കിട്ടണേ. ഭഗവാനേ, കാത്തു രക്ഷിക്കണേ, എന്നെയും രക്ഷിക്കണേ, അവളെയും രക്ഷിക്കണേ. അമ്മേ ദൈവമേ. അവളല്ലേ? അവളെന്താ എൻ്റെ കൂടെ? അജി, നീ എന്താടാ ഇവിടെ? അളിയനെന്താ ഇവിടെ? ഞാൻ പ്രാർത്ഥിക്കാൻ വന്ന. ഇവളോ? അളിയ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വന്നതാ. മോളെ, എന്താ ഇതൊക്കെ? മോളല്ലേ പറഞ്ഞത് ബിജുവിനെ ഇഷ്ടമെന്ന്? അച്ഛൻ പറഞ്ഞത് നേരാ. പക്ഷെ ബിജുവിനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇവരുടെ കൂടെ നടക്കുന്ന ഈ അജിയെ ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടതാ. ഞാൻ എന്ന് അച്ഛനോട് പറഞ്ഞതല്ലേ അജിയാണെന്ന്. പിന്നെന്താ? അന്ന് നിങ്ങൾ പെണ്ണ് കാണാൻ പോയത് ഇവളെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇവളാണ് ആ കാര്യം എന്നോട് പറഞ്ഞത്. എല്ലാം കൈവിട്ടു പോയല്ലോ എന്റെ മെമ്പറേ. എന്റെ ദൈവമേ, ഇതെന്റെ തലയിലായല്ലോ. ഉമ്മ ഉമ്മ ചക്കരയുമ്മ, ഉമ്മ ഉമ്മ ചക്കരയുമ്മ, ഉമ്മ
ഉള്ളിപ്പിടയുടെ കൂടെ തുള്ളിപ്പായുകയാണല്ലോ ചക്കരയും കൊതിച്ചിട്ടി വഴി കോഴിച്ചാത്തന്മാരി വരും. പെണ്ണവളായാൽ മതിയെന്നി ചുരിദാറിനുള്ളിലൊതുങ്ങീണം അരികിൽ പോയോർ കുറുകിയിടും അവളിഷ്ടം കൂടാൻ കൊതിയോടെ. പാത്തുവതങ്ങി നടപ്പാണി പല കോലം കെട്ടി പൂങ്കോഴി പ്രായം പോലും നോക്കാതെ പണിപാലിൽ കിട്ടും അടിവാങ്ങും. പാത്തുവതങ്ങി നടപ്പാണി പല കോലം കെട്ടി പൂങ്കോഴി പ്രായം പോലും നോക്കാതെ പണിപാലിൽ കിട്ടും അടിവാങ്ങും. താളുകളിൽ കുറിമാനം എഴുതി താണുവണങ്ങി ചെന്നീടും ലെറ്റർ നീട്ടും ലക്കിന് വാങ്ങും പെൺകൊടിമാർ ചിലരുണ്ടെന്നേ. ഉണ്ടുമുടുത്തുമുറങ്ങിയിട്ടും ഇവർ കാലം തള്ളുകയാണല്ലോ. മൂക്കു വളർന്നും മൂച്ചു പെരുത്തും കാളകളിച്ചു നടപ്പാണേ. ഉണ്ടുമുടുത്തുമുറങ്ങിയിട്ടും ഇവർ കാലം തള്ളുകയാണല്ലോ. മൂക്കു വളർന്നും മൂച്ചു പെരുത്തും കാളകളിച്ചു നടപ്പാണേ. കാമുക നേതാവായോരച്യുതനരികിൽ ചെന്നു തൊടും കേഴും ചുറ്റും പാറി നടന്നേ മൂവരും ഈയ പറ്റകളായിടുമേ. ഉള്ളിപ്പിടയുടെ കൂടെ തുള്ളിപ്പായുകയാണല്ലോ ചക്കരയും കൊതിച്ചിട്ടി വഴി കോഴിച്ചാത്തന്മാരി വരും. പെണ്ണവളായാൽ മതിയെന്നി ചുരിദാറിനുള്ളിലൊതുങ്ങീണം അരികിൽ പോയോർ കുറുകിയിടും അവളിഷ്ടം കൂടാൻ കൊതിയോടെ. ഇക്കിളി കൊള്ളണമെങ്കിൽ ചക്കരയുമ്മകൾ കിട്ടേണ്ടേ. പ്രായം കൂടി പോയെന്നാലും ഉമ്മകളെന്നും ചക്കരയാ.